Okay, good morning. Good morning. Good morning, everybody. Hello. Okay. Hello. Sound okay അല്ലേ? Okay, let us start. നമ്മുടെ മോഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ് ആണിത്. നോട്ട് നിങ്ങൾ ക്ലാസ് അനുസരിച്ച് എഴുതിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ ചാപ്റ്ററിൻ്റെ ഞാൻ പറഞ്ഞല്ലോ നോട്ട് ഞാൻ തരാം. ഈ പിന്നെ പ്രിൻ്റഡ് നോട്ടായിട്ട് 10 ചാപ്റ്ററിൻ്റെ തരാം. കാമിൽ മാഷ് എന്ന് പറയുന്ന നമ്മൾ ഓറിയൻ്റൽ സ്കൂളിലെ മാഷ് തയ്യാറാക്കിയ നോട്ട് തരാം. അപ്പോൾ നോട്ട് നോക്കിയിട്ട് നിങ്ങൾ മിസ്സായിട്ടുള്ള ഭാഗങ്ങളോ അല്ലെങ്കിൽ അഡീഷണലായിട്ട് ചേർക്കേണ്ടതുണ്ടെങ്കിലോ ഒക്കെ നിങ്ങളുടെ നോട്ടിലേക്ക് ചേർക്കുക. ഒരു കാര്യം കൂടി പറയാൻ, നോട്ട് നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. വൃത്തിയുള്ളൊരു നോട്ട്, ഫിസിക്സിനൊരു നോട്ട് പുസ്തകം, അതിൽ ഈ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് എഴുതിയ നോട്ട് പുസ്തകം നിർബന്ധമാണ്. അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ സ്കൂളിലേക്ക് വരുത്തുന്ന അവസരത്തിൽ അത് പരിശോധിക്കുന്നതാണ്, നോക്കുക ചെയ്യും. ഓക്കെ. പിന്നെ അപ്പോൾ നമ്മൾ ചാപ്റ്റർ ഇന്നത്തോടെ വൈൻഡപ്പ് ചെയ്ത് ഇന്ന് പറ്റുവാണെങ്കിൽ മോഷനിൻ്റെ പ്ലെയിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അത് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് റിലേറ്റീവ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം പറഞ്ഞിട്ടാണ്. ഒരു ഹോംവർക്ക് പ്രോബ്ലം തന്നിരുന്നു. അതിൻ്റെ ആൻസർ ചെയ്ത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ആരെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നോ റിപ്ലൈ. ഓക്കെ. 4th ചാപ്റ്റർ തുടങ്ങുമ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള 4ാമത്തെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ചെറിയൊരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുറച്ചും കൂടിയും ഇൻറ്ററാക്റ്റീവ് ആക്കിയിട്ട് ക്ലാസ് മാറ്റണം. അതുപോലെ തന്നെ ഈ നോട്ടിൻ്റെ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ സജഷൻ പറയണം. 2nd ചാപ്റ്റർ മുതൽ നമ്മൾ സാധാരണ സ്കൂളിലെ ക്ലാസ് പോലെ ഈ ക്ലാസ് ഒന്ന് മോഡിഫൈ ആണ്. പിന്നെ നിങ്ങളുടെ നോട്ട് ഈ ക്ലാസ്സിൽ തന്നെ ഡിക്റ്റേറ്റ് ചെയ്ത് തരും. നിങ്ങളിരുന്ന് നോട്ട് എഴുതണം. കുറച്ച് സമയം എടുക്കും. നോട്ടിൽ എഴുതേണ്ട കാര്യങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു തരും. അത് പ്രകാരം നിങ്ങൾ നോട്ട് അപ്പം തന്നെ എഴുതുക. നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എഴുതാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നോട്ട് പുസ്തകവും പേനയൊക്കെ ആയിട്ട് ഇരിക്കുക. എന്നിട്ട് ക്ലാസ്സിൽ നോട്ടായിട്ട് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതേപോലെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുക. ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. അത് വിജയിക്കുമോ എന്താ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സജഷൻസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പറയാം. ഗ്രൂപ്പിലൂടെ പറഞ്ഞാൽ മതി, വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ ആ നോട്ടിൽ അത് ഉണ്ടാവുമെന്ന് ഉറപ്പാക്കാലോ. ഓക്കെ. അപ്പോൾ പ്രോബ്ലം ആരും ചെയ്ത് നോക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. ആരും ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. ഓക്കെ.
നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ പിന്നെ ഈ ചാപ്റ്ററിൻ്റെ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളൊക്കെ ഇതിൽ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണേണ്ടവർക്ക് അത് കാണാം. പിന്നീട് കാണണമെന്നുള്ളവർക്ക് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ട്. നിങ്ങളെ മുമ്പ് ഞാൻ ആഡ് ചെയ്ത ഗൂഗിൾ ക്ലാസ് റൂമിൽ അവിടെ ലോഗിൻ ചെയ്താൽ അവിടെയും ഈ ക്ലാസ്സുകളൊക്കെ ഓർഡറായിട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ക്ലാസ് കാണേണ്ടവർക്ക് അവിടെയും കാണാം. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയറിംഗ് മോഡിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ ആയിരുന്നു ലാസ്റ്റ് നിങ്ങളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എൻ്റെ ആൻസർ ഒന്ന് പറയാം. ആൻസർ വിൽ ബി വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ് വിൽ ബി 158.33 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ആൻസർ വരിക. നിങ്ങളത് ചെയ്ത് നോക്കണം. ചെയ്ത് സ്ക്രീനിൽ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഞാനത് എക്സ്പ്ലനേഷൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ അതൊന്ന് നോക്കുക, ചെയ്ത് നോക്കുക. 158.33 velocity of the bullet with respect to Thief's car is equal to 105 meter per second എന്നാണ്. 105 meter per second. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇനി വരുന്ന 4ാമത്തെ ചാപ്റ്ററിലുള്ള പ്രോബ്ലം ചെയ്യാനൊക്കെ സഹായിക്കുന്ന രീതിയിൽ അവിടെ അതിലും റിലേറ്റീവ് വെലോസിറ്റിയുടെ പ്രോബ്ലംസ് കുറേ വരും. അപ്പോൾ അതായത് മോഷൻ ഇൻ എ പ്ലെയിനിൽ, അപ്പോൾ അത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലമാണിത്. ഈ ചോദ്യം ഒന്ന് വായിക്കാം. കഴിഞ്ഞ ഹോംവർക്കിൻ്റെ ആൻസറാണ് ഈ 105 മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങൾ ചെയ്ത് നോക്കണം ആൻസർ കിട്ടുന്നുണ്ടോയെന്ന്. കിട്ടുന്നില്ലെങ്കിൽ ഇതിലത് എക്സ്പ്ലെയിൻഡ് ആണ്. ഇതിലുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ എക്സർസൈസ് ക്വസ്റ്റ്യനാണ്. ടെക്സ്റ്റ് ബുക്കിലൊരു എക്സർസൈസ് ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ പേഴ്സൺ, ഇത് നിങ്ങൾക്ക് റിലേറ്റീവ് വെലോസിറ്റി ശരിക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യനാണ് ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. എ പേഴ്സൺ ക്യാൻ സ്വിം അറ്റ് എ സ്പീഡ് ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്റ്റിൽ വാട്ടർ. സ്റ്റിൽ വാട്ടറിൽ, ഒഴുകുന്ന ഒരു വെള്ളത്തിൽ, ഒരു കുളത്തിൽ ഒരു മനുഷ്യന് 5 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് സ്വിം ചെയ്യാൻ പറ്റുന്നത്. റിവർ ഫ്ലോസ് ടുവാർഡ്സ് ദി നോർത്ത് വിത്ത് വെലോസിറ്റി ഓഫ് 3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ റിവർ ഫ്ലോസ് ടുവാർഡ്സ് ദി നോർത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ് വിൽ ബി ഇൻ ദിസ് സൗത്ത്, ഫ്രം സൗത്ത് ടുവാർഡ്സ് നോർത്ത്. അപ്പം ടുവാർഡ്സ് ദി നോർത്ത് ആണ് റിവർ ഫ്ലോ ചെയ്യുന്നത്. 3 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് റിവർ ഒഴുകുന്നത്. പുഴയുടെ ഒഴുക്കിൻ്റെ വേഗത 3 മീറ്റർ പെർ സെക്കൻഡ്. ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി വെലോസിറ്റി ഓഫ് ദി പേഴ്സൺ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഇഫ് ഹി സ്വിംസ് ടുവാർഡ്സ് ദി നോർത്ത് ബി ടുവാർഡ്സ് ദി സൗത്ത്. ഈ പുഴയിൽ ഒരു മനുഷ്യൻ നീന്താണ്. അദ്ദേഹം നീന്തുന്നത് ആദ്യം ഒരു കേസ് നോർത്തിലേക്ക് നീന്തുമ്പോഴും രണ്ടാമത്തെ സൗത്തിലേക്ക് നീന്തുമ്പോഴും കരയിൽ നിൽക്കുന്ന ഒരാൾക്ക് ആ മനുഷ്യൻ്റെ വേഗത എത്രയായിട്ടാണ് ഫീൽ ചെയ്യുക? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇതിവിടെ ചോദ്യം ഒന്നുകൂടി പറയാം. സ്റ്റിൽ വാട്ടറിൽ, അതായത് ഒരു വാട്ടർ സ്റ്റില്ലായി നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ആ ഒരു തടാകത്തിൽ, ഒഴുകാത്ത വെള്ളത്തിൽ ഒരു മനുഷ്യന് നീന്തുന്ന വെലോസിറ്റി, സ്പീഡ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വിമ്മിങ്ങിൻ്റെ തനതായ സ്പീഡ്
അതൊരു സ്റ്റിൽ വാട്ടറിൽ അദ്ദേഹം നീന്തുമ്പോൾ കരയിൽ നിന്ന് മെഷർ ചെയ്താൽ കിട്ടുന്ന വേഗത 5 മീറ്റർ പെർ സെക്കൻഡ്. കരയിൽ നിന്നോ അല്ലെങ്കിൽ ആ വാട്ടറിൽ നിന്നോ മെഷർ ചെയ്താൽ കിട്ടുന്ന വേഗത 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്റ്റിൽ വാട്ടറിൽ കേട്ടോ. നൗ റിവർ ഫ്ലോസ്, റിവർ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ അല്ല, ഇറ്റ് ഫ്ലോസ് ടുവാർഡ്സ് ദി നോർത്ത് വിത്ത് വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ്. 3 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ വടക്കോട്ട് ഒഴുകുന്ന ഒരു നദിയിൽ ഇയാൾ വടക്കോട്ട് നീന്തുന്നു ഒന്നാമത്തെ കേസിൽ, രണ്ടാമത്തെ കേസിൽ തെക്കോട്ട് നീന്തുന്നു. രണ്ട് കേസിലും നിങ്ങൾ എന്ത് കാണണം? കരയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇദ്ദേഹത്തിന്റെ വെലോസിറ്റി എത്രയാണെന്ന് കാണും. ഒന്നാമത്തേൻ്റെ ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ റിവർ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യന്റെ വെലോസിറ്റി, സ്വിമ്മിങ്ങിന്റെ വെലോസിറ്റി, അയാളുടെ വെലോസിറ്റി പറഞ്ഞാൽ VM എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദി മാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. ദ വെലോസിറ്റി ഓഫ് ദി മാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് വെൻ ഹി സ്വിംസ്. സ്റ്റിൽ വാട്ടറിലാണ് സ്വിം ചെയ്യുന്നത് എങ്കിൽ അത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് VM. ഓക്കെ, പക്ഷെ ഇവിടെ സ്റ്റിൽ വാട്ടറിലല്ല. ഇവിടെ അദ്ദേഹം സ്വിം ചെയ്യുന്നത് മൂവിങ് വാട്ടറിലാണ്. അപ്പൊ കരയിലിരിക്കുന്ന ആൾക്ക് അയാളുടെ വെലോസിറ്റി ഫ്ലോയിങ് വാട്ടറിലായതുകൊണ്ട് 5 മീറ്റർ പെർ സെക്കൻഡ് അല്ല തോന്നുന്നു. അതാണ് കാണേണ്ടത്. ദാറ്റ് ഈസ് ദി വെലോസിറ്റി ഓഫ് ദി പേഴ്സൺ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. പക്ഷേ ഈ പുഴയിലുള്ള ഒരാൾക്ക് പുഴയുടെ ഒഴുക്കിനെ അപേക്ഷിച്ച് ഇയാളുടെ വെലോസിറ്റി എത്ര തന്നെ ആയിരിക്കും? 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും സ്വിമ്മിങ്ങിന്റെ വെലോസിറ്റി. അതല്ലേ പറഞ്ഞത്. സ്റ്റിൽ വാട്ടറിൽ നിൽക്കുന്ന ആൾ നീന്തുമ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് എങ്കിൽ, സ്റ്റിൽ വാട്ടറിൽ നീന്തുമ്പോൾ കരയിൽ നിന്ന് കാണുന്ന വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് എങ്കിൽ, ഒഴുകുന്ന വെള്ളത്തിൽ അയാൾ നീന്തുമ്പോൾ കരയിൽ നിന്നുള്ള വെലോസിറ്റി വ്യത്യാസപ്പെടും. പക്ഷെ ആ വെള്ളത്തിൽ തന്നെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ റിവറിന്റെ വെലോസിറ്റി രണ്ടാക്കുണ്ട്. പിന്നെ അപ്പോൾ ആ റിവറിൽ നിന്നിട്ട് ഒരാൾ മെഷർ ചെയ്താൽ ആ നീന്തുന്ന ആളെ വെലോസിറ്റിയാണ് അപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഈ പ്രോബ്ലത്തിൽ 5 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് ഈ പ്രോബ്ലത്തിന്റെ കേസിൽ റിവർ ഒഴുകുന്നതായതുകൊണ്ട് 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി മെഷർ ചെയ്താൽ കിട്ടുക ആർക്കാണ്? ആ റിവറിന്റെ കൂടെ ഒഴുകി പോകുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു റിവറിൽ ഒഴുകി പോകുന്ന ഒരു പൊങ്ങുതടിയിൽ ഇരിക്കുകയാണ് ഒരാൾ. അയാൾക്ക് ഈ നീന്തുന്ന ആളുടെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഫീൽ ചെയ്യുക. ഓക്കെ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ദ വെലോസിറ്റി ഓഫ് ദി മാൻ വിത്ത് റെസ്പെക്ട് ടു ദി റിവറിന്റെ ഫ്ലോ അപേക്ഷിച്ച് അയാളുടെ വെലോസിറ്റിയാണ് ഗിവൺ ഈ 5 മീറ്റർ പെർ സെക്കൻഡ്. ഇത്തരം ഒരു പ്രോബ്ലം കണ്ടാൽ മിക്ക കുട്ടികളും പലപ്പോഴും ഈ VM എന്നുള്ളത് 5 സെക്കൻഡ് ആയിട്ട് എടുക്കും. വെലോസിറ്റി ഓഫ് ദി മാൻ 5 മീറ്റർ പെർ സെക്കൻഡ് എന്നങ്ങോട്ട് എടുക്കും. അങ്ങനെ പ്രോബ്ലം ആൻസർ തെറ്റിക്കും. അങ്ങനെയല്ല, ഈ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം വെലോസിറ്റി ഓഫ് ദി മാൻ ആസ് മെഷേർഡ് ബൈ എ പേഴ്സൺ ഫ്ലോയിങ് വിത്ത് റിവർ, അപ്പോൾ അത് 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഗ്രൗണ്ടിലുള്ള ആളെ സംബന്ധിച്ചത് 5 മീറ്റർ പെർ സെക്കൻഡ് ആവില്ല. കാരണം വാട്ടർ ഈസ് നോട്ട് എ സ്റ്റിൽ വാട്ടർ. ഓക്കെ, അപ്പോൾ അത് കിട്ടി. വെലോസിറ്റി ഓഫ് ദി മാൻ വിത്ത് റെസ്പെക്ട് ടു ദി റിവർ ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി വെലോസിറ്റി ഓഫ് ദി റിവർ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദി റിവർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, VRG ആണിത്. VR എന്ന് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് 3 മീറ്റർ പെർ സെക്കൻഡ്. ഇത് പ്ലസ് ആണ്, ഇതും പ്ലസ് ആണ്. ബിക്കോസ് ഹി സ്വിംസ് ഇൻ ദി നോർത്ത് ഡയറക്ഷൻ, സോ ഇറ്റ് ഈസ് പ്ലസ്. ഇവിടെ റിവർ ഫ്ലോസ് ആൾസോ ഇൻ ദി നോർത്ത് ഡയറക്ഷൻ, അതാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്തത്. സോ വെലോസിറ്റി ഓഫ് ദി റിവർ ഈസ് 3 മീറ്റർ പെർ സെക്കൻഡ് ടുവാർഡ്സ് നോർത്ത്, പ്ലസ് 3 മീറ്റർ പെർ സെക്കൻഡ്. ഇത് പ്ലസ് 5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി വാട്ട് ഈസ് ദി വെലോസിറ്റി ഓഫ് ദി മാൻ വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട്? കരയിൽ നിൽക്കുന്ന ആൾക്കൊരു ഇയാളുടെ വെലോസിറ്റി എത്രയാണ് ഫീൽ ചെയ്യുക? സോ വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു ദി റിവർ എന്നത് വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് റിവർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. നമ്മൾ പഠിച്ച റിലേറ്റീവ് വെലോസിറ്റിയുടെ ബേസിക് ഡെഫിനിഷൻ അനുസരിച്ച് ഇതിങ്ങനെയാണ് വരിക. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് VM കാണാം. സോ VM വിൽ ബി ഈക്വൽ ടു ഈ VR അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. VMR പ്ലസ് VR. VMR 5 മീറ്റർ പ്ലസ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. VR പ്ലസ് 3 മീറ്റർ പെർ സെക്കൻഡ്. സോ ദി വെലോസിറ്റി വിൽ ബി 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഞാൻ കിലോമീറ്റർ പെർ അവർ എന്നാണ് എഴുതിയത്, തെറ്റിയതാണ്. ഞാനത് കറക്റ്റ് ചെയ്യാം. So
സോ ഇറ്റ് ഈസ് 8 മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായി കാണുമല്ലോ? ഈ പ്രോബ്ലം ശരിക്കും മനസ്സിലാക്കുക. ഈ കൺസെപ്റ്റ് ക്ലിയർ ആവാത്ത ആളുകളുണ്ടെങ്കിൽ ചോദിക്കുക. 8 മീറ്റർ പെർ സെക്കൻഡ് വന്നത് ഓക്കെ ആണല്ലോ. ഓക്കെ, ഇത് ഫിസിക്കലായിട്ട് ഇത് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. കരയിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് ഈ സ്വിം ചെയ്യുന്ന ആൾക്ക് അയാളുടെ വെലോസിറ്റിയും കിട്ടും, അഡീഷണൽ ആയിട്ട് അയാളെ കൊണ്ട് ഒഴുകുന്ന റിവറിന്റെ വെലോസിറ്റിയും കിട്ടുമല്ലോ. ഇത്ര ആലോചിച്ചാൽ മതി. അപ്പോൾ അയാളുടെ വേഗത 5 മീറ്റർ പെർ സെക്കൻഡും പ്ലസ് റിവറിന്റെ വേഗതയായ 3 മീറ്റർ പെർ സെക്കൻഡും അയാൾക്ക് കിട്ടിയതായിട്ട് കരയിൽ നിൽക്കുന്ന ആൾക്ക് തോന്നും. പുഴയിൽ നിൽക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ഓൾറെഡി എന്തുണ്ട്, അയാളുടെ ആ റിവറിന്റെ വെലോസിറ്റി അയാൾക്കും ഉണ്ട്. അപ്പോൾ ആ വെലോസിറ്റി മറ്റയാൾക്ക് ഫീൽ ചെയ്യൂല. അപ്പോൾ പുഴയിൽ നിൽക്കുന്ന ഒരാൾക്ക് റിവറിന്റെ വെലോസിറ്റി ഈ കോമൺ ആയതുകൊണ്ട് ബാക്കി വരുന്ന ഈ മനുഷ്യന്റെ നീന്തുന്ന വെലോസിറ്റി മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ പുഴയിൽ ഇറങ്ങി ഒഴുകുന്ന, പുഴയുടെ ഒഴുക്കിനനുസരിച്ച് ഒഴുകി പോകുന്ന ഒരാളെ ഒരു പേഴ്സൺ മെഷർ ചെയ്താൽ ഈ വെലോസിറ്റി കിട്ടും. ഇദ്ദേഹത്തിന്റെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. കരയിലിരിക്കുന്ന ആളെ സംബന്ധിച്ച് 5 മീറ്റർ പെർ സെക്കൻഡ് പുഴയുടെ വേഗത പ്ലസ് 3 മീറ്റർ പെർ സെക്കൻഡ് അയാളുടെ സ്വന്തം വേഗതയടക്കം മൊത്തം 8 മീറ്റർ പെർ സെക്കൻഡ് വേഗതയുള്ളതായിട്ട് ഫീൽ ചെയ്യും. ഇതാണ് അതിൻ്റെ ലോജിക്കലായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ. പക്ഷെ തെറ്റാതെ ചെയ്യാൻ എപ്പോഴും നല്ലത് ഇങ്ങനെ ഈ കൺസെപ്റ്റ് തന്നെ, ഈ ഒരു നൊട്ടേഷൻസ് ഉപയോഗിച്ച് തന്നെ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഒരിക്കലും തെറ്റൂല. ആരും ഒന്നും പറയുന്നില്ല. ഓക്കെ, അടുത്ത ഇതിലേക്ക് പോകാം. നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ കമന്റ് ബോക്സ് നോക്കണം. അടുത്തത് രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞത്? അദ്ദേഹം നോർത്തിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ സൗത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ നെഗറ്റീവായി, നമ്മൾ ടുവാർഡ്സ് ദി നോർത്ത് പോസിറ്റീവ് ആയിട്ട് എടുത്ത്. രണ്ടാമത്തെ കേസിൽ ഈ പേഴ്സൺ സ്വിം ചെയ്യുന്നത് ടുവാർഡ്സ് ദി സൗത്ത് ആണ്, ഓപ്പോസിറ്റ് ടു ദി ഫ്ലോ ഓഫ് റിവറിന്റെ ഫ്ലോക്ക് എതിർ ദിശയിലാണ്. അപ്പോൾ -5 മീറ്റർ പെർ സെക്കൻഡ് ആണ് അയാളുടെ വേഗത എടുക്കേണ്ടത്. ബിക്കോസ് ഈ swims toward in the south direction, that is negative x direction. റിവർ ഒഴുകുന്നത് നേരത്തെ നമ്മൾ പോസിറ്റീവ് ആ ഡയറക്ഷനാണ് എടുത്തത്. സോ ഇറ്റ് ഈസ് 3 മീറ്റർ പെർ സെക്കൻഡ്. അഗൈൻ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് VMG വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് ചോദിച്ചത്. നേരത്തെ അതേ പ്രൊസീജിയർ, VMR is equal to VM minus VR, MR is equal to VM minus VR, which is equal, അതിൽ നിന്ന് VM is equal to VMR plus VR. ഇപ്പോൾ VMR പക്ഷേ നേരത്തെ പ്ലസ് ആയിരുന്നു, ഇപ്പോൾ അത് മൈനസ് ആവും. സോ നൗ ഇറ്റ് ഈസ് -5 + 3, സോ ഇറ്റ് ഈസ് -2 km/h. അഗൈൻ ഇറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്, നോട്ട് km/h. ഇറ്റ് ഈസ് 2 മീറ്റർ പെർ സെക്കൻഡ്, -2 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇറ്റ് ഈസ് -2 മീറ്റർ പെർ സെക്കൻഡ്. നോക്കുക, ഈ മനുഷ്യൻ വടക്കോട്ടാണ് നീന്തുന്നതെങ്കിൽ റിവർ, രണ്ട് കേസിലും അയാൾക്ക് റിവറിന്റെ വെലോസിറ്റി അവിടെ കിട്ടുന്നുണ്ട്. റിവറിന്റെ വെലോസിറ്റി ആയ 3 മീറ്റർ പെർ സെക്കൻഡ് അയാൾക്കുണ്ട്. പക്ഷെ വടക്കോട്ട് 5 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ നീന്തുമ്പോൾ റിവറിന്റെ വെലോസിറ്റി ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് പ്ലസ് 3 മീറ്റർ പെർ 8 ആകുന്നു. അയാൾ തെക്കോട്ടാണ്, റിവറിന്റെ ഒഴുക്കിനെതിരെ നീന്തുകയാണെങ്കിൽ കരയിൽ നിന്നുള്ള ആൾക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വെലോസിറ്റി കുറഞ്ഞതായിട്ടാണല്ലോ തോന്നുന്നത്, സ്പീഡ് കുറഞ്ഞതായിട്ടാണ് തോന്നുന്നത്. 5 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ അദ്ദേഹം തെക്കോട്ട് ഒഴുകുന്നു. നദി അയാളെ 3 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ വടക്കോട്ട് കൊണ്ടുപോകും. അപ്പോൾ നെറ്റ് എഫക്റ്റ് അയാൾ 2 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ തെക്കോട്ട് മൂവ് ചെയ്യുന്നതായിട്ടാണ് കരയിൽ ഇരിക്കുന്ന ഒരാൾക്ക് തോന്നുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ യു ഗെറ്റ് ദിസ് -2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു സഫിക്സ്, അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്താണ് ഏതാണ്. അതേപോലെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് റിലേറ്റീവ് വെലോസിറ്റി ആയിട്ട് തരുമ്പോൾ
എന്താണ് തന്നിരിക്കുന്നത്, ഏത് വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത്, വിത്ത് റെസ്പെക്ട് ടു വാട്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ പ്രോബ്ലത്തിലൊക്കെ അല്ലേ പേഴ്സൺ ക്യാൻ സ്വിം ഇൻ ദി സ്റ്റിൽ വാട്ടർ വിത്ത് 5 മീറ്റർ പെർ സെക്കൻഡ് എന്നെടുത്ത്. സ്റ്റിൽ വാട്ടറിലാണ് സ്വിം ചെയ്യുന്നതെങ്കിൽ VM ഇസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് എന്നെടുക്കാം. പക്ഷെ അദ്ദേഹം ഇവിടെ സ്വിം ചെയ്യുന്നത് ഒരു ഒഴുകുന്ന വെള്ളത്തിലാണ്. അപ്പോൾ ഒറ്റയടിക്ക് VM 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എടുക്കാൻ പറ്റില്ല. പക്ഷേ വെലോസിറ്റി ഓഫ് ദാറ്റ് പേഴ്സൺ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് വാട്ടർ, ഫ്ലോ ചെയ്യുന്ന വാട്ടറിൽ നോക്കുകയാണെങ്കിൽ 5 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇതാണ് അതിൻ്റെ ലോജിക്. അത് മനസ്സിലായാൽ ബാക്കി പ്രോബ്ലം ഒക്കെ ഈസിയാണ്. ഓക്കെ, ഇനി നമ്മൾ എക്സർസൈസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എക്സർസൈസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാം. 2 എക്സർസൈസ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചെണ്ണം അസൈൻമെൻ്റ് ആയിട്ടും തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ എക്സർസൈസ് 3.11 3.16 എടുക്കണം. ടെക്സ്റ്റ് ഉള്ളവർ അത് മറക്കണം, അല്ലാത്തവർ ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യാം. So this is your textbook. നമുക്ക് 3.11 ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സർസൈസ് ആണ്. ക്വസ്റ്റ്യൻ വായിക്കുക. Read each statement below carefully and state with reasons and examples if it is true or false. താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ശ്രദ്ധയോടെ വായിച്ചിട്ട് കാര്യകാരണ സഹിതം അല്ലെങ്കിൽ ഉദാഹരണ സഹിതം പറയുക, അത് ശരിയാണോ തെറ്റാണോ. ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഞാൻ പറയും, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. വിത്ത് എ പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ മോഷൻ, സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തന്നെ ഒരു 1 ഡയമെൻഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിനെ കുറിച്ചിട്ടുള്ളതാണ്. 1 ഡയമെൻഷണൽ മോഷൻ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ച് എ വിത്ത് 0 സ്പീഡ് അറ്റ് ആൻ ഇൻസ്റ്റന്റ് മേ ഹാവ് നോൺ സീറോ ആക്സിലറേഷൻ അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്. അതായത് ഒരു 1 ഡയമെൻഷണൽ മോഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ ഒരു ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, ഒരു ഇൻസ്റ്റന്റിലുള്ള സ്പീഡ് 0യും ആ ഇൻസ്റ്റന്റിലുള്ള ആക്സിലറേഷൻ നോൺ സീറോയും ആകാമോ, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ദാറ്റ് പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഇൻസ്റ്റന്റിൽ അതിൻ്റെ സ്പീഡ് 0, ആക്സിലറേഷൻ നോൺ സീറോ എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമോ എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഈസ് ട്രൂ, ഇറ്റ് ഈസ് പോസിബിൾ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണത്. when an object is thrown vertically up at the point of maximum height എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആണ്. ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 0 ആണ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ സ്പീഡ് അറ്റ് എനി ഇൻസ്റ്റന്റ് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റിൽ അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡും 0 ആണ്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 0 ആണ്. അവിടെ ആക്സിലറേഷൻ പക്ഷേ 0 അല്ല. ആക്സിലറേഷൻ ഇങ്ങനെ അപ്വേർഡായിട്ടോ ഡൗൺവേർഡായിട്ടൊക്കെ ത്രോ ചെയ്ത പാർട്ടിക്കിൾസ് ഒക്കെ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയാണ്. സോ ദേ വിൽ ഓൾവേസ് ഹാവ് ആൻ ആക്സിലറേഷൻ ഓഫ് -g ഓർ g ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. ആ കേസ് മനസ്സിലായല്ലോ. ട്രൂ എന്ന് പറയുന്നത് ദിസ് ഈസ് ട്രൂ. ഓക്കെ, ഇത്തരം ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ധാരാളം പരീക്ഷയ്ക്ക് വരാറുണ്ട് കേട്ടോ. ട്രൂ ഓർ ഫാൾസ് ഒക്കെ, അല്ലെങ്കിൽ ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻ. ബി, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സിക്കിയാണ്. ബി, എ പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ മോഷൻ വിത്ത് 0 സ്പീഡ് മേ ഹാവ് നോൺ സീറോ വെലോസിറ്റി. സ്പീഡ് 0, വെലോസിറ്റി നോൺ സീറോ. ഇസ് ഇറ്റ് പോസിബിൾ? നോ, ഇറ്റ്സ് ഫാൾസ്. ഇത് സാധ്യമല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഒരു പാർട്ടിക്കിളിൻ്റെ സ്പീഡ് 0യും വെലോസിറ്റി നോൺ സീറോയും എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ബിക്കോസ് സ്പീഡ് എന്ന് പറയുന്നത് നോർമലി ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ മീൻസ് മാഗ്നിറ്റ്യൂഡാണ്. ഇനി ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈമാണ്. ആവറേജ് വെലോസിറ്റി പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്.
അപ്പം നോൺ സീറോ വെലോസിറ്റി ഉള്ള ഒരു ബോഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് വിൽ ഹാവ് എ നോൺ സീറോ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് നോൺ സീറോ ആകുമ്പോഴാണ് ആവറേജ് വെലോസിറ്റി നോൺ സീറോ ആവുക. അപ്പോൾ നോൺ സീറോ വെലോസിറ്റി എന്നതുകൊണ്ട് എന്ന് പറയുമ്പോൾ ദ ആവറേജ് വെലോസിറ്റി ഈസ് നോട്ട് സീറോ, വിച്ച് മീൻസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് നോട്ട് സീറോ. ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ഈക്വലോ കൂടുതലോ ആയിരിക്കും. നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പാത്ത് ലെങ്ത് ആണ്, അതിനൊരിക്കലും ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ കുറയാൻ കഴിയില്ല. അപ്പോൾ ഒന്ന് സിൻസ് ദി ഡിസ്റ്റൻസ് എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ് എങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ആൻഡ് സിൻസ് ദി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഈസ് നോൺ സീറോ, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് വിൽ ആൾസോ ബി നോൺ സീറോ. അത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഇവിടെ ഉദ്ദേശിച്ചത് ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡുമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ആവറേജ് വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആൻഡ് ആവറേജ് സ്പീഡ് ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം. Average velocity is non-zero means displacement is not zero, and always the distance traveled should be greater than or equal to displacement. So if the average displacement is not zero, the displacement is not zero ആണെങ്കിൽ the distance should also be non-zero. അപ്പോൾ distance traveled non-zero ആയിരിക്കും. Distance traveled non-zero എന്ന് പറഞ്ഞാൽ that means the average speed will also be non-zero. ഓക്കെ, അപ്പോൾ ആ ഈ കാര്യം മനസ്സിലാക്കാം. സീറോ സ്പീഡാണ്, നോൺ സീറോ വെലോസിറ്റി. സ്പീഡ് സീറോ, വെലോസിറ്റി സീറോ അല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇമ്പോസിബിൾ ആണ്. ഓക്കെ, പിന്നെ വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് മസ്റ്റ് ഹാവ് സീറോ ആക്സിലറേഷൻ. സി പാർട്ട്, എ ബോഡി പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ മോഷൻ വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്. അതിൻ്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ യൂണിഫോം മോഷനാണ്. കോൺസ്റ്റന്റ് സ്പീഡ് പറഞ്ഞാൽ യൂണിഫോം മോഷൻ എന്നല്ല പറയാൻ പറ്റില്ല. കോൺസ്റ്റന്റ് സ്പീഡ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. മസ്റ്റ് ഹാവ് സീറോ ആക്സിലറേഷൻ. സീറോ ആക്സിലറേഷൻ ആയിരിക്കണം. ഇതൊരു നിങ്ങൾക്ക് സംശയം വരാവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്പീഡ് കോൺസ്റ്റന്റ് ആയി എന്ന് കരുതി വെലോസിറ്റി കോൺസ്റ്റന്റ് ആവണമെന്നില്ല. കാരണം വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് സ്പീഡ്. വെലോസിറ്റി പോസിറ്റീവ് ഡയറക്ഷനിലും നെഗറ്റീവ് ഡയറക്ഷനിലും ഉണ്ടാവാം. പോസിറ്റീവ് ഡയറക്ഷനിൽ 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാലും സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നെഗറ്റീവ് 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് നമ്മൾ 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ സ്പീഡ് സെയിം ആയി എന്ന് കരുതി വെലോസിറ്റി സെയിം ആകണമെന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഇത് ശരിയായിക്കൂടെ എന്നൊരു സംശയം വരും. പക്ഷെ അങ്ങനെയല്ല. ഇൻ വൺ ഡയമെൻഷണൽ മോഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇൻ വൺ ഡയമെൻഷണൽ മോഷൻ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. 2 ഡയമെൻഷണൽ മോഷൻ ഒന്നും വരുമ്പോൾ ട്രൂ ആവില്ല. ഇൻ വൺ ഡയമെൻഷണൽ മോഷൻ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. നമ്മൾ വൺ ഡയമെൻഷണൽ മോഷൻ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. എ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ മോഷൻ, എ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വൺ ഡയമെൻഷണൽ മോഷൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, വൺ ഡയമെൻഷണൽ മോഷനിൽ നമ്മളിങ്ങനെ ഒരു പാർട്ടിക്കിൾ ഒരു സ്ട്രേറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. ഇപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിൽ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ the particle has to reverse its direction. നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യണം. അങ്ങനെ ഒറ്റയടിക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. നിൽക്കുന്ന നിൽപ്പിൽ അപ്പോൾ റിവേഴ്സ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ആ പാർട്ടിക്കിളിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിലെ വെലോസിറ്റി കുറച്ച് സീറോ ആക്കി പിന്നെ നെഗറ്റീവ് ഡയറക്ഷനിലാക്കണം. അല്ലാതെ റിവേഴ്സ് ചെയ്യാൻ പ്രാക്ടിക്കലി ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പോൾ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ തിരിച്ചു വരണമെങ്കിൽ ആദ്യം സീറോ വെലോസിറ്റിയിൽ എത്തിയിട്ട് വേണം തിരിച്ചു വരാൻ. അപ്പോൾ ആ ഇനീഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് സീറോ വെലോസിറ്റിയിൽ എത്തുമ്പോൾ ഇതിന് ആക്സിലറേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസിലറേഷൻ ഉണ്ടാവും. അപ്പോൾ നോൺ സീറോ ആക്സിലറേഷൻ ഒരിക്കലും സാധ്യമല്ല. വൺ ഡയമെൻഷണൽ മോഷനിൽ സീറോ ആക്സിലറേഷൻ, ഇവിടെ എന്താ പറഞ്ഞത്, ആക്സിലറേഷൻ നോൺ സീറോ ആവാതെ ഒരിക്കലും അതിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ കഴിയില്ല. ഇത്ര ആലോചിച്ചാൽ മതി. പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ ഡയറക്ഷൻ മാറി നെഗറ്റീവ് ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ദർ ഈസ് എൻ ആക്സിലറേഷൻ. അതിൻ്റെ വെലോസിറ്റി മാറിയല്ലോ, വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറി. സോ ദർ ഈസ് എൻ ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ സീറോ ആണ്, സ്പീഡ് കോൺസ്റ്റന്റ് ആണ് എന്ന് പറയാൻ കഴിയില്ല. സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷൻ സീറോ ആയിരിക്കും. ഓക്കെ, വൺ ഡയമെൻഷണൽ മോഷൻ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷൻ സീറോ ആയിരിക്കും. ഇത് ട്രൂ ആണ്. സോ വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് മസ്റ്റ് ഹാവ് സീറോ ആക്സിലറേഷൻ. കോൺസ്റ്റന്റ് സ്പീഡ് സീറോ ആക്സിലറേഷൻ ആയിരിക്കും. ഓക്കെ,
ഇനി അടുത്തത് ലാസ്റ്റ് വൺ, പോസിറ്റീവ് വാല്യൂ ഓഫ് ആക്സിലറേഷൻ മസ്റ്റ് ബി സ്പീഡിങ് അപ്പ്. അത് ഫാൾസ് ആണ്. ആക്സിലറേഷൻ്റെ വാല്യൂ പ്ലസ് ആണ് എന്ന് കരുതിയത് കൊണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു ബോഡി എൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ മുൻ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു കാറ് സ്പീഡിൽ ഇങ്ങനെ പോവാണ് അലോങ് ദി പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, നല്ല വെലോസിറ്റി. അപ്പോൾ ആ കാറിന് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ആക്സിലറേഷൻ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തോളൂ, ഒരു കാർ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നു അത് വിത്ത് സം വെലോസിറ്റി. ആ കാറിന് ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ അതിന് പോസിറ്റീവ് ഡയറക്ഷനിലുള്ള ഒരു ആക്സിലറേഷൻ ആണ് കൊടുക്കുന്നത്, പ്ലസ് എക്സ് ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ കാറിൻ്റെ വേഗത കുറഞ്ഞു വരിക ചെയ്യും. കാർ ഈസ് മൂവിങ് ഇൻ ദി നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ, യു ആർ അപ്ലൈയിങ് ആൻ ആക്സിലറേഷൻ ഇൻ ദി പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, അതായത് എ പോസിറ്റീവും ബി നെഗറ്റീവുമാണ്. അപ്പോൾ ആ കാറിൻ്റെ സ്പീഡ് കുറഞ്ഞു വരിക, കാരണം വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നാണ്. അപ്പോൾ ഈ കേസിൽ അത് വരും വി ഈക്വൽ ടു മൈനസ് യുവിൻ്റെ വാല്യൂ എത്രയാണോ, യു എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. സോ മൈനസ് യു പ്ലസ് എ ഇൻറ്റു ടി എന്നാണ്, മൈനസ് യു പ്ലസ് എ ഇൻറ്റു ടി എന്നാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് പ്ലസ് ആണ് അവിടെ. അപ്പോൾ ടി കൂടുന്നതിനനുസരിച്ച് മൈനസ് യു പ്ലസ് എ ടി എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി കുറഞ്ഞു വരും. ഫൈനൽ വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്പീഡ് കുറഞ്ഞു വരും. സ്പീഡ് ഇൻക്രീസ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണത് ട്രൂ ആകുക? ഇഫ് ദി ചോസൺ പോസിറ്റീവ് ഡയറക്ഷൻ ഈസ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ദി മോഷൻ. നമ്മൾ ചൂസ് ചെയ്ത പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യുന്നൊരു വസ്തുവാണ്. നമ്മൾ ഏതൊരു ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കുമല്ലോ, ആ ഡയറക്ഷനിലാണ് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ കേസിൽ, ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ കേസിൽ ഇഫ് ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ് ദാറ്റ് മീൻസ് സ്പീഡ് ഈസ് ദ ബോഡി സ്പീഡിങ് അപ്പ്, ഇഫ് ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ് ദാറ്റ് മീൻസ് ദി ബോഡി സ്ലോയിങ് ഡൗൺ. എപ്പോൾ മാത്രമാണ് അത് ശരിയാവുക? നമ്മൾ എടുക്കുന്ന പോസിറ്റീവ് ഡയറക്ഷനും ഈ ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷനും സെയിം ആണെങ്കിൽ, ബോഡി മൂവ് ചെയ്യുന്നത് നമ്മളെടുത്ത പോസിറ്റീവ് ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവില്ല. അതുകൊണ്ട് തന്നെ ഇത് ജനറലായിട്ട് ട്രൂ ആണെന്ന് പറയാൻ പറ്റില്ല, എപ്പോഴും ട്രൂ ആവണമെന്നില്ല. ഒരിക്കൽ കൂടി പറയാം, വിത്ത് സീറോ, ഒന്നാമത്തെ കേസ് ബോഡി പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ മോഷൻ വിത്ത് സീറോ സ്പീഡ് അറ്റ് ആൻ ഇൻസ്റ്റന്റ് മേ ഹാവ് നോൺ സീറോ ആക്സിലറേഷൻ അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്. ഇത് പോസിബിൾ ആണ്. ഉദാഹരണം പറഞ്ഞു, മാക്സിമം ഹൈറ്റിൽ ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാൽ അതിൻ്റെ മാക്സിമം ഹൈറ്റിൽ വിത്ത് സീറോ സ്പീഡ് മേ ഹാവ് നോൺ സീറോ വെലോസിറ്റി. സീറോ സ്പീഡ് സീറോ ആയി കഴിഞ്ഞാൽ പിന്നെ വെലോസിറ്റി എന്തായാലും സീറോ ആകണം. കാരണം ഒന്ന് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പോൾ സ്പീഡ് സീറോ ആയി കഴിഞ്ഞാൽ പിന്നെ വെലോസിറ്റി സീറോ ആവാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഫാൾസ് ആണ്. ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്. ആൻഡ് ദി നെക്സ്റ്റ് വൺ, വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് മസ്റ്റ് ഹാവ് സീറോ ആക്സിലറേഷൻ. അങ്ങനെ പറയാൻ പറ്റില്ല. സ്പീഡ് കോൺസ്റ്റന്റ് ആയി എന്ന് കരുതി വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് മസ്റ്റ് ഹാവ് സീറോ ആക്സിലറേഷൻ. ഈ സ്റ്റേറ്റ്മെന്റ് വൺ ഡയമെൻഷണൽ മോഷനിൽ ഇത് എന്തായാലും കറക്റ്റാണ്, തെറ്റൂല. ടു ഡയമെൻഷണൽ മോഷൻ വരുമ്പോഴേ തെറ്റുള്ളൂ. വൺ ഡയമെൻഷണൽ മോഷനിൽ എങ്ങനെയായാലും ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യൂല. മീൻസ് പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തു പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യണം. ആക്സിലറേഷൻ ഇല്ലാതെ സീറോ ആക്സിലറേഷൻ ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ഒരിക്കലും മാറൂല. അതാണ് അതിൻ്റെ കാര്യം. ഒരു പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു കാറാണ്, അതിന് ആക്സിലറേഷൻ ഇല്ലെങ്കിൽ, വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ സ്ട്രേറ്റ് ലൈനിൽ അങ്ങനെ മൂവ് ചെയ്യുന്നു, ആക്സിലറേഷൻ സീറോ ആണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം പിന്നെ ഒരിക്കലും അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല. ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തോടെ ആക്സിലറേഷൻ വരും. അപ്പോൾ അത് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ് എന്ന് പിന്നെ കോൺസ്റ്റന്റ് സ്പീഡിൽ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവിടെ ആക്സിലറേഷൻ ഉണ്ടാവില്ല. ഓക്കെ, കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ ഉണ്ടാവില്ല. കോൺസ്റ്റന്റ് സ്പീഡ് തെറ്റണമെങ്കിൽ രണ്ട് സാധ്യത ഉണ്ട്. ഒന്നെങ്കിൽ സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയാം, സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറാം. സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറിയാൽ അതിൻ്റെ അർത്ഥം വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറി. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറിയാൽ പിന്നെ അവിടെ ആക്സിലറേഷൻ ഉണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല, സ്പീഡ് മാറുന്നില്ല, കോൺസ്റ്റന്റ് സ്പീഡാണെന്ന് തന്നിട്ടുണ്ട്. ഇനി കോൺസ്റ്റന്റ് സ്പീഡ് തന്ന് വെലോസിറ്റി മാറുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുക. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറുന്ന കേസ് ഇവിടെ ബാധകമല്ല, കാരണം കോൺസ്റ്റന്റ് സ്പീഡാണ് തന്നിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റിയുടെ പിന്നെ ഡയറക്ഷൻ ഇവിടെ, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ മാറൂല. അപ്പോൾ അതുകൊണ്ടുള്ള ആക്സിലറേഷനുള്ള സാധ്യതയില്ല. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ, ഒന്ന്
സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ സ്പീഡ് പ്ലസും മൈനസും ഒന്നും ആവാൻ പറ്റില്ല. സ്പീഡ് എപ്പോഴും പോസിറ്റീവാണ്. വെലോസിറ്റി പ്ലസും മൈനസും ആവാം. സ്പീഡ് കുറയുന്നില്ല. പിന്നെ ആക്സിലറേഷൻ്റെ സീറോ ആക്സിലറേഷൻ എന്നുള്ള കണ്ടീഷൻ തെറ്റിയപ്പോഴാണ് ഒന്നുകിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കുറയണം. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞാൽ പിന്നെ കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറ്റൂല. അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറഞ്ഞതുകൊണ്ട് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കുറയുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ആക്സിലറേഷൻ എന്തായാലും വരില്ല. അപ്പോൾ സീറോ ആക്സിലറേഷൻ തന്നെയാണ്. ഇനി മറ്റൊരു സാധ്യത വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കുറയണമെന്നില്ല ആക്സിലറേഷൻ വരാൻ. വെലോസിറ്റിയുടെ ദിശ മാറിയാൽ മതി. അങ്ങനെ വെലോസിറ്റിയുടെ ദിശ മാറിയാൽ അവിടെ കോൺസ്റ്റന്റ് സ്പീഡ് തന്നെയാണ്. പക്ഷെ ദിശ മാറുമ്പോഴും ഈ പറഞ്ഞ പോലെ സീറോ ആക്സിലറേഷൻ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഒരേ വേഗതയിൽ ഇങ്ങനെ ഒരേ സ്പീഡിൽ മൂവ് ചെയ്യാണ്. അപ്പോൾ വൺ ഡയമെൻഷണൽ മോഷനിൽ വെലോസിറ്റിയുടെ ദിശ മാറണമെങ്കിൽ യു ഹാവ് ടു അപ്ലൈ സം ആക്സിലറേഷൻ. അപ്പോൾ അതുകൊണ്ട് വൺ ഡയമെൻഷണൽ മോഷൻ്റെ കേസിൽ ഈ സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ്. വൺ ഡയമെൻഷണൽ മോഷൻ വിത്തൗട്ട് ആക്സിലറേഷൻ, സീറോ ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സീറോ ആക്സിലറേഷൻ ആയിട്ട് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളാണിത്. അപ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്സിലറേഷൻ സീറോ ആണ്, അതിൻ്റെ സ്പീഡും കോൺസ്റ്റന്റ് ആണ്. സോ ഇറ്റ് ഈസ് പോസിബിൾ. സോ ഇറ്റ് ഈസ് ട്രൂ. ഇനി വിത്ത് പോസിറ്റീവ് വാല്യൂ ഓഫ് ആക്സിലറേഷൻ മസ്റ്റ് ബി സ്പീഡിങ് അപ്പ്. മുകളിലേക്ക് അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. നമ്മൾ ചൂസ് ചെയ്ത ഡയറക്ഷൻ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് മോഷൻ്റെ അതേപോലെയാണെങ്കിൽ മാത്രമേ ആ കേസിൽ മാത്രമേ ഇത് ട്രൂ ആവുള്ളൂ. ഇനി 16ാമത്തെ ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഗ്രാഫുകൾ ശ്രദ്ധിക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് ലുക്ക് അറ്റ് ദി ഗ്രാഫ്സ് A to D carefully and state with reasons which of these cannot possibly represent one dimensional motion of a particle. താഴെ തന്നിരിക്കുന്ന ഈ ഗ്രാഫുകളിൽ 4 ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ 4 ഗ്രാഫിൽ വൺ ഡയമെൻഷണൽ മോഷൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത ഗ്രാഫുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഓരോ ഗ്രാഫ് കൊടുത്ത് പരിശോധിക്കണം. എന്നിട്ട് വെദർ ഇറ്റ് ക്യാൻ റെപ്രസെന്റ് വൺ ഡയമെൻഷണൽ മോഷൻ ഓർ നോട്ട് എന്നുള്ളത് ചെക്ക് ചെയ്യണം. നമുക്ക് ഒന്നാമത്തെ ഗ്രാഫ് എടുക്കാം. ഒന്നാമത്തെ ഗ്രാഫ് നോക്കൂ. ഈ ഒരു ഗ്രാഫിൽ ടൈമും എക്സുമാണ്. സോ ഇറ്റ് ഈസ് എ പൊസിഷൻ ടൈം ഗ്രാഫാണ്. പക്ഷേ ഈ പൊസിഷൻ ടൈം ഗ്രാഫിലുള്ള ഒരു പ്രശ്നം, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എടുത്ത് നോക്കിയാൽ ഈ പോയിന്റ് എടുത്താൽ ഈ ടൈം, ഒരു പെർട്ടിക്കുലർ ടൈം, ഈ ടൈം എടുത്താൽ ഈ ടൈമിൻ്റെ നേരെ പൊസിഷനിൽ 2 വാല്യൂസ് ഉണ്ട്. ഒന്ന് ഈ വാല്യൂ ആണ് ഇവിടെ, മറ്റൊന്ന് ഈ വാല്യൂ ആണ്. ഈ പോയിന്റ് എടുത്താലും വാല്യൂ ആണ്. സോ ഇവിടുന്ന് ഞാൻ വെർട്ടിക്കലായിട്ട് ടൈമിൻ്റെ ഈ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിൽ ഒരു ടൈം എടുക്കുക. ഈ ടൈമിൻ്റെ ഈ പോയിന്റ് ടൈം സ്കെയിലിൽ ഈ പോയിന്റിൽ നിന്ന് ഞാൻ വെർട്ടിക്കലായിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരച്ചാൽ ഇറ്റ് വിൽ കട്ട് ദി ഗ്രാഫ് അറ്റ് 2 പോയിന്റ്സ്. എന്ന് പറഞ്ഞാൽ ആ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ ഈ ബോഡിക്ക് 2 പൊസിഷൻ ഉണ്ട് ഈ ഗ്രാഫ് അനുസരിച്ച്. ഈസ് ഇറ്റ് പോസിബിൾ? ഒരേ സമയം ഒരു വസ്തുവിന് 2 പൊസിഷൻ സാധ്യമാണോ? ഇമ്പോസിബിൾ ആണ്. അങ്ങനെ സാധ്യമല്ല. അപ്പോൾ ഇതൊരിക്കലും മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. ബിക്കോസ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം ദ ബോഡി ഹാവ് 2 പൊസിഷൻസ്. According to the graph, the moving body have 2 positions at a particular instant of time. ഒരു പ്രത്യേക സമയം എടുത്താൽ അവിടെ 2 പൊസിഷൻ്റെ 2 വാല്യൂസ് കിട്ടും. ഒന്ന് ഇവിടെയാണ് ടൈം, ഈ പോയിന്റാണ് ടൈം കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് നേരെ പൊസിഷൻ ആക്സിസിന് എക്സ് ആക്സിസ് മുകളിലേക്കുള്ള ആക്സിസിന് പാരലായിട്ട് ഇങ്ങനെ വരച്ചാൽ ഒന്ന് ഇവിടെ കട്ട് ചെയ്യും. അപ്പോൾ ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ ഇവിടെ വരും. പിന്നെ നമ്മൾ നീട്ടി വരച്ചാൽ ഇവിടെ കട്ട് ചെയ്യും. അപ്പോൾ ആ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ ഇവിടെയും വരും. സോ ദർ ആർ 2 പൊസിഷൻ വാല്യൂസ് വിച്ച് ഈസ് ഇമ്പോസിബിൾ. അതുകൊണ്ട് ഈ ഗ്രാഫ് ഒരിക്കലും വൺ ഡയമെൻഷണൽ മോഷനെ റെപ്രസെന്റ് ചെയ്യും. ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് കൊടുക്കുന്നത്. വെലോസിറ്റി ടൈം അഗെയിൻ ഫോർ ദി സെയിം റീസൺ. ഒരേ സമയം ഒരു വസ്തുവിന് 2 വെലോസിറ്റി സാധ്യമല്ല. ഒരു ടൈം ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ വസ്തുവിൻ്റെ വെലോസിറ്റിക്ക് ഒരു വാല്യൂ പോസിബിൾ ആവും. ഇവിടെയും ഞാൻ ഏതെങ്കിലും ഒരു ടൈം എടുക്കാം. ഈ ടൈം എടുക്കാം. ഈ ടൈം എടുത്തു കഴിഞ്ഞാൽ ഈ ടൈമിൽ ഞാൻ വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ അത് ഇവിടെയും കട്ട് ചെയ്യും. അപ്പോൾ ദിസ് ഈസ് എ വെലോസിറ്റി ഓഫ് ദി ബോഡി. താഴേക്ക് വന്നാൽ ദിസ് ഈസ് ദി വെലോസിറ്റി ഓഫ് ദി. അപ്പോൾ ഒരേ സമയം ഈ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിക്ക് 2 വാല്യൂ വരികയാണ്. ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് ആണ്, വിച്ച് ഈസ് ഇമ്പോസിബിൾ. സോ ദിസ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഇമ്പോസിബിൾ ബിക്കോസ് അക്കോർഡിംഗ് ടു ദി ഗ്രാഫ് അറ്റ് എ ഗിവൺ ഇൻസ്റ്റന്റ് ഓഫ് ടൈം ദി വെലോസിറ്റി ഹാസ് 2 വാല്യൂസ് വിച്ച് ഈസ് നോട്ട് പോസിബിൾ ഫോർ എ മൂവിങ് ബോഡി. അതുകൊണ്ട് ഇത് ഇമ്പോസിബിൾ ആണ്. ഇനി മൂന്നാമത്തെ ഗ്രാഫ് സ്പീഡാണ് പറയുന്നത്. സ്പീഡ് ടൈം ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്പീഡിനൊരു പ്രത്യേകത. സ്പീഡ് ഈസ് ഓൾവേസ് പോസിറ്റീവ്.
സ്പീഡ് നെഗറ്റീവ് ആവില്ല ഒരിക്കലും. ഇവിടെ ഈ ഗ്രാഫിൽ വാല്യൂ നോക്കൂ, നെഗറ്റീവ് വരുന്നുണ്ട്. സോ ദിസ് കനോട്ട് റെപ്രസെന്റ് എ സ്പീഡ് ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ. ഇത് ഒരു പാർട്ടിക്കിളിന്റെ മോഷൻ റെപ്രസെന്റ് ചെയ്യില്ല. സ്പീഡുമായി നെഗറ്റീവ് ആകുന്ന ഒരു മോഷൻ സാധ്യമല്ല. സോ C also cannot represent a motion. വൺ ഡയമെൻഷണൽ മോഷൻ റെപ്രസെന്റ് ചെയ്യാൻ കഴിയില്ല. ലാസ്റ്റ് ഗ്രാഫ് നോക്കി ഡിയിൽ പറഞ്ഞത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ പാത്ത് ലെങ്ത് ആണ് സമയത്തിനനുസരിച്ച്. അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യം പാത്ത് ലെങ്ത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു, സഞ്ചരിച്ച ദൂരം കൂടി വരുന്നു, പിന്നെ സഞ്ചരിച്ച ദൂരം ടൈമിനനുസരിച്ച് കുറയുന്നു. ഇസ് ഇറ്റ് പോസിബിൾ ഫോർ എ മൂവിംഗ് ബോഡി? ഒരിക്കലും സാധ്യമല്ല. സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സഞ്ചരിച്ച ദൂരം ഒരിക്കലും കുറയൂലല്ലോ. സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞാൽ സമയത്തിനനുസരിച്ച് ആ വസ്തു സഞ്ചരിച്ച ദൂരം കൂടിക്കൊണ്ടേ വരും. വെലോസിറ്റി വേണമെങ്കിൽ കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റിലും മാറ്റം വരാം. ഡിസ്പ്ലേസ്മെന്റ് കുറയാം, കാരണം പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് പിന്നെ കുറച്ച് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് തിരിച്ചു മൂവ് ചെയ്താൽ ഡിസ്പ്ലേസ്മെന്റ് ആദ്യം കൂടും പിന്നെ കുറയും. പക്ഷേ ടോട്ടൽ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആള് എപ്പോഴും ഇൻക്രീസ് ചെയ്യുള്ളൂ. വിത്ത് ടൈം ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓൾവേസ് ഇൻക്രീസസ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ക്യാൻ ഓർ പാത്ത് ലെങ്ത് ക്യാൻ നെവർ ഡിക്രീസ് വിത്ത് ടൈം. ഇവിടെ പാത്ത് ലെങ്ത് ടൈമിനനുസരിച്ച് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്, വിച്ച് ഈസ് ഇമ്പോസിബിൾ. സോ ദീസ് 4 ഗ്രാഫ്സ് ആർ നോട്ട് ഇമ്പോസിബിൾ, ആർ ഇമ്പോസിബിൾ ആണ്. അതിൻ്റെ കാരണങ്ങളുമാണ് പറഞ്ഞത്. ആ കാരണം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് പരീക്ഷയ്ക്ക് ഇതിൻ്റെ 2 ഗ്രാഫ് ഒരിക്കൽ ചോദിച്ചതാണ്. 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയുമാണ്. ഈ 2 എക്സർസൈസാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ബാക്കി ഇനി അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പൊ ഇതെല്ലാവരും നോട്ടിലേക്ക് എഴുതിയെടുക്കണം. ദിസ് ഈസ് യുവർ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. ചാപ്റ്ററിനുള്ള അസൈൻമെന്റുകളാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു തരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ബലൂൺ അസെൻഡിങ് വെർട്ടിക്കലി അപ്പ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ഫ്രം എ ഹൈറ്റ് 15 മീറ്റർ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അർത്ഥം അത് ചെറിയ ബോഡി ഈസ് ഡ്രോപ്ഡ്. ഒരു ചെറിയൊരു എഡിറ്റിംഗ് വരുത്തട്ടെ. ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്: എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് 15 മീറ്റർ ഫ്രം എ ബലൂൺ അസെൻഡിങ് വിത്ത് വെർട്ടിക്കലി അപ്പ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഒരു ബലൂൺ ഗ്രൗണ്ട് സർഫസിൽ നിന്ന് 20 മീറ്റർ പെർ സെക്കൻഡ് ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഇങ്ങനെ മുകളിലേക്ക് ഉയരുക. ഒരു വലിയ ബലൂൺ. ആ ബലൂണിൽ നിന്ന് 15 മീറ്റർ ഉയരത്തിലെത്തിയപ്പോൾ ഒരു വസ്തു താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. പക്ഷെ ബലൂൺ നിന്നാണ് ഡ്രോപ്പ് ചെയ്തത്, മുകളിലേക്ക് പോകുന്ന ബലൂൺ നിന്നാണ് കേട്ടോ. അപ്പോ ചോദ്യം ഇതാണ്: ഒന്ന്, ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി ബോഡി വെൻ ഇറ്റ് ഈസ് ഡ്രോപ്പ്. ആ ഡ്രോപ്പ് ചെയ്ത കഴിഞ്ഞ ഉടനെ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? രണ്ടാമത്തത്, ആ ബോഡി ഗ്രൗണ്ടിൽ ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം, ഗ്രൗണ്ട് ലെവലിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? കാൽക്കുലേറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായത്? ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ ആൻസർ പറയാം, നല്ലത് മനസ്സിലാവും. ഇനീഷ്യൽ വെലോ മനസ്സിലാവാത്ത പ്രശ്നം കേൾക്കണം. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡ്രോപ്പ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി. നമ്മൾ ഇവിടെ 15 മീറ്റർ ഉയരത്തിനാണ് ഡ്രോപ്പ് ചെയ്തത്. 15 മീറ്റർ ഉയരമുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ബിക്കോസ് ദ ബിൽഡിംഗ് ഈസ് അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. പക്ഷെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നത് അസെൻഡ് ചെയ്യുന്ന ഒരു ബലൂണിൽ നിന്നാണ്. അപ്പൊ ആ ബലൂണിന് ഇത് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരു വെലോസിറ്റി ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ അസ്യൂം ചെയ്തോളൂ. ദ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് 15 മീറ്റർ ഫ്രം എ ബലൂൺ ascending vertically up with initial velocity 20 meter per second, during its upward motion.
അങ്ങനെയും കൂടി എഴുതിക്കോ. ഡ്യൂറിങ് ഇറ്റ്സ് അപ്വേർഡ് മോഷൻ, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനിൽ വരാൻ സാധ്യത. ഡ്യൂറിങ് ഇറ്റ്സ് അസെൻഡിങ് മോഷൻ, അതായത് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി പോകുമ്പോൾ 15 മീറ്റർ ഉയരത്തിലെത്തിയപ്പോൾ കല്ല് ഒരു ബോഡി ഡ്രോപ്പ് ചെയ്തു. കാരണം 15 മീറ്റർ ഉയരത്തിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ അതൊന്നുകിൽ ആ ബലൂൺ മുകളിലേക്ക് പോകുമ്പോൾ 15 മീറ്റർ ആണോ, താഴേക്ക് വരുമ്പോൾ മുകളിൽ മാക്സിമം ഹൈറ്റിലെത്തിയ ശേഷം താഴേക്ക് വരുമ്പോഴുള്ള 15 മീറ്ററിലാണോ ഡ്രോപ്പ് ചെയ്തതെന്നുള്ള ചോദ്യം, ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത. അതുകൊണ്ടാണ് ക്ലിയർ. സോ ഇതാണ് പ്രോബ്ലം. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി കാണാം, ഫൈൻഡ് ടൈം ടേക്കൺ ടു ഹിറ്റ് ദി ഗ്രൗണ്ട്, ആ ബോഡി തിരിച്ച് ഗ്രൗണ്ടിൽ എത്താൻ. അപ്പോൾ ആ ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് 15 മീറ്റർ ഹൈറ്റിൽ ഈ ബലൂൺ എത്തുമ്പോൾ അപ്വേർഡ് മോഷനിൽ ആ 15 മീറ്റർ ഉയരത്തിലെത്തുമ്പോൾ ഈ ബലൂണിൻ്റെ വേഗത എത്രയാണ് കണ്ടെത്താൻ. ആ വേഗത മുകളിലേക്കായിരിക്കും, അപ്പോൾ പ്ലസ് ആയിരിക്കും. നമ്മൾ അപ്വേർഡ് ഡയറക്ഷൻ പ്ലസ് എടുത്താൽ ആ വേഗത പ്ലസ് സംതിങ്, ദാറ്റ് ഈസ് ദി വെലോസിറ്റി ഓഫ് ദി ബലൂൺ വെൻ ഇറ്റ് റീച്ചസ് എ ഹൈറ്റ് 15 മീറ്റർ. 15 മീറ്റർ ഉയരത്തിലെത്തുമ്പോൾ ബലൂണിൻ്റെ വെലോസിറ്റി ആദ്യം കാണണം. ആ വെലോസിറ്റി പ്ലസ് ആണ്, കാരണം ബിക്കോസ് നമ്മൾ ഈ ബലൂൺ മുകളിലേക്ക് മൂവ് ചെയ്യുന്ന കേസാണ് എടുത്തത്. ആ വെലോസിറ്റിക്ക് നിങ്ങൾക്ക് 2 വാല്യൂ കിട്ടും ശരിക്കും, പ്ലസും മൈനസും. അപ്പോൾ അതിൽ ഏതെടുക്കണം? പ്ലസ് എടുക്കണം. കാരണം നമ്മളോട് പറഞ്ഞത് ബലൂൺ മുകളിലേക്ക് പോകുമ്പോഴാണ് ഡ്രോപ്പ് ചെയ്തതെന്ന്. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ വെലോസിറ്റി പോസിറ്റീവാണ്. ഇനി ഡ്യൂറിങ് ഇറ്റ്സ് ഡിസെൻഡിങ് മോഷൻ, താഴേക്കാണെന്ന് പറയുകയാണെങ്കിൽ വെലോസിറ്റി നെഗറ്റീവ് വാല്യൂ ആണ് അവിടെ എടുക്കുന്നത്. ബിക്കോസ് വി ഇൻ ദി അവർ കൺവെൻഷൻ വി ടേക്ക് അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ്, അങ്ങനെ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ വെലോസിറ്റി വി ഈക്വൽ ടു +20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. അല്ല, +20 അല്ല, പ്ലസ് സംതിങ്, എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്ന മീറ്റർ പെർ സെക്കൻഡ് കിട്ടും ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഡ്രോപ്പ് ചെയ്ത ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി കിട്ടി. ഇനീഷ്യൽ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സാധാരണ പോലെ ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ഉയരം അറിയാം. ഹൈറ്റ് എത്രയാണ്? 15 മീറ്റർ ആണ്. അപ്പോൾ 15 മീറ്റർ ഹൈറ്റിൽ നിന്ന് അത്രയും ഇനീഷ്യൽ വെലോസിറ്റിയിൽ താഴേക്ക് എറിഞ്ഞ ഒരു കല്ല്, ഇനീഷ്യൽ വെലോസിറ്റി അപ്വേർഡ് മോഷനാണ്, അപ്വേർഡ് ഡയറക്ഷനിലാണ്, വി മുകളിലേക്കാണ്. അപ്പോൾ ആ പ്രോബ്ലം എങ്ങനെ മാറും? നിങ്ങൾക്ക് എത്രയാണ് അവിടെ കിട്ടുന്നത് ഇനീഷ്യൽ വെലോസിറ്റി, ആ വെലോസിറ്റിയോട് കൂടി 15 മീറ്റർ ഉയരത്തിൽ നിന്നും മുകളിലേക്ക് ഒരു കല്ലെറിഞ്ഞാൽ ആ കല്ലിൻ്റെ മോഷൻ, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ തന്നെയാകും ഇതിൻ്റെ മോഷൻ. ഓക്കെ, എന്തായാലും അത് ചെയ്ത് നോക്കുക. ഫൈൻ ടൈം ടേക്കൺ ടു ഹിറ്റ് ദി ഗ്രൗണ്ട്, ഗ്രൗണ്ടിലെത്താൻ എത്ര സമയം എടുക്കും. പിന്നെ എക്സർസൈസ് 3.5, NCERTയിലെ എക്സർസൈസ് 3.5. എക്സർസൈസ് 3.5 ഒന്ന് കാണാം. A jet airplane traveling at the speed of 500 km/h ejects its products of combustion at a speed of 1500 km/h relative to the jet plane. A jet airplane traveling at the speed of 500 km/h. ഒരു ജെറ്റ് പ്ലെയിൻ ആണ് which is travels at speed 500 km/h. 500 km/h വേഗതയിൽ അങ്ങനെ സഞ്ചരിക്കുന്നു. അപ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ 500 km/h ആണ് വിത്ത് റെസ്പെക്ട് ടു എർത്തിന്റെ വെലോസിറ്റി. അത് ജെറ്റ് പ്ലെയിൻ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കമ്പസ്റ്റൻ പ്രോഡക്ട്സ് ഗ്യാസ് ആയിട്ട് അത് ബാക്കോട്ട് എജക്ട് ചെയ്യും. അങ്ങനെ ബാക്കോട്ട് ഇജക്ട് ചെയ്യുന്ന കമ്പസ്റ്റൻ പ്രോഡക്ട്സിൻ്റെ വെലോസിറ്റി ആസ് മെഷേർഡ് ഫ്രം ദി ജെറ്റ് പ്ലെയിനെ അപേക്ഷിച്ച് അത് 1500 km/h ആണ്. വാട്ട് ഈസ് ദി സ്പീഡ് ഓഫ് ദി ലാറ്റർ? സ്പീഡ് ഓഫ് ദി ലാറ്റർ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദീസ് കമ്പസ്റ്റൻ പ്രോഡക്ട്സ്. What is the speed of these combustion products with respect to an observer on the ground? ഗ്രൗണ്ടിലുള്ള ഒബ്സർവർക്ക് ഈ ജെറ്റ് പ്ലെയിനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഗേഷ്യസ് കത്തിക്കഴിഞ്ഞ ഗ്യാസിൻ്റെ വാതകം, ബാക്കിയുള്ള വാതകം, ആ ഗ്യാസ് ഇജക്ഷൻ എത്ര സ്പീഡുള്ളതായിട്ടാണ് തോന്നുന്നത്? ഇപ്പോൾ റിലേറ്റീവ് വെലോസിറ്റിൻ്റെ ഭാഗത്ത് വരുന്നൊരു പ്രോബ്ലമാണ് 3.5. 3.6 സിമ്പിൾ പ്രോബ്ലം ആണ്. എ കാർ മൂവിങ് അലോങ് എ സ്ട്രേറ്റ് ഹൈവേ വിത്ത് സ്പീഡ് ഓഫ് 126 km/h is brought to stop within a distance of 200 meter. അപ്പോൾ 126 km/h വേഗതയിൽ മൂവ് ചെയ്യുന്നൊരു കാറ് അതിന് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുന്നേ അത് 200 മീറ്റർ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ റിട്ടാർഡേഷൻ എത്രയാണ്? ഒന്നാമത്തെ 2 ചോദ്യത്തിൽ റിട്ടാർഡേഷൻ കാണണം. റിട്ടാർഡേഷൻ യൂണിഫോം ആണെന്ന് അസ്യൂം ചെയ്യുക. നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ ആക്സലറേഷൻ യൂണിഫോം ആകണം. അതുകൊണ്ട് അസംപ്ഷൻ എടുക്കുക.
ആൻഡ് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദി കാർ ടു സ്റ്റോപ്പ്. കാർ സ്റ്റോപ്പ് ചെയ്യാൻ, ബ്രേക്ക് അപ്ലൈ ചെയ്ത് എത്ര സമയം എടുക്കും കാർ സ്റ്റോപ്പ് ചെയ്യാൻ? ഓക്കെ, അപ്പോൾ ഒന്ന് ഈസി ആയിട്ട് ചെയ്യാം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുമെന്ന് നോക്കുക. ഇത് റിട്ടാർഡേഷൻ കിട്ടും. റിട്ടാർഡേഷൻ കിട്ടിയാൽ പിന്നെ ടൈം കാണാൻ വളരെ ഈസിയാണ്. ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? v = +80 ആണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ടൈം കാണും. ഇത്രയും. അപ്പോൾ എക്സർസൈസ് പ്രോബ്ലത്തിലുള്ള പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഈ സെലക്ട് ചെയ്ത 2-3 പ്രോബ്ലം എന്ന് പറയുന്നത് മുമ്പ് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ള എക്സർസൈസിന് പഴയ കാല ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ വന്ന പ്രോബ്ലം ഒന്ന് നോക്കിയതാണ്. ഈ 3, 4 എന്നുള്ള ഡ്രങ്കാർഡിൻ്റെ പ്രോബ്ലം ഇത് പല മോഡൽ എക്സാമിനൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. ഈ 3, 4 ഇത് ഞാൻ പറയുന്നില്ല, ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. 3, 4 കേട്ടോ, 3, 4. ഓക്കെ, ഇത് ഗ്രാഫ് വരച്ചിട്ട് കണ്ടെത്താനാണ്. ഗ്രാഫിക്കലി അല്ലെങ്കിൽ അതല്ലാതെ ഗ്രാഫ് വരച്ചിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് അത്രയുമാണുള്ളത്. ഇനി ഇതുവരെ ഞാൻ എടുത്തതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഈ ചാപ്റ്റർ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സംശയങ്ങളോ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും ക്ലാരിഫൈ ചെയ്യാൻ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആ പ്രോബ്ലംസ് ചെയ്തത് റിലേറ്റീവ് വെലോസിറ്റിയുടെ പ്രോബ്ലംസ് തറവായിട്ട് നന്നായിട്ട് മനസ്സിലാക്കുക. കഴിയുന്നവരൊക്കെ പ്രോബ്ലംസ് മനസ്സിലാക്കി തന്നെ ചെയ്യുക. ഒരു നിലക്കും കഴിയാത്ത കുട്ടികളുണ്ടെങ്കിൽ തിയറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് എക്സാമ്പിൾ സോൾവ് ചെയ്ത ടെക്സ്റ്റിൽ എക്സാമ്പിളായിട്ട് സോൾവ് ചെയ്ത പ്രോബ്ലംസ് മാത്രം ഒന്ന് പഠിച്ചു പോകും. പൊതുവെ ക്ലാസ്സിൽ നിങ്ങൾക്ക് റെസ്പോൺസ് തീരെ കുറവാണ്. നിങ്ങളൊന്നും പറയാറില്ല. രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ 6:45 എന്നൊക്കെ പറഞ്ഞാൽ പല ആളുകളുടെയും ബെഡ് ടൈം ആവും. നിങ്ങൾ ഈ ചാപ്റ്റർ ഇത്ര മതി, കറക്റ്റാണ്, ഓക്കെ ആണെങ്കിൽ ഐ വിൽ സ്വിച്ച് ഓവർ ടു നെക്സ്റ്റ് ചാപ്റ്റർ. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്തും. വിക്ടേഴ്സിലെ ക്ലാസ് നിങ്ങൾ കാണാറുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വിക്ടേഴ്സ് ക്ലാസ് ഇപ്പോൾ കുറേ നല്ല സ്പീഡിലാണ് പോകുന്നത്. കുറേ ക്ലാസ്സുകൾ വരുന്നുണ്ട്. മറ്റേ ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ആയിരുന്നു ക്ലാസ് 2-3 ദിവസം കൂടുമ്പോഴായിരുന്നു. ഇപ്പം അധിക ദിവസവും ക്ലാസ് ഉണ്ടല്ലോ. അതുകൊണ്ട് വിക്ടേഴ്സ് വളരെ മുന്നിലെത്തും. നിങ്ങൾ പേടിക്കൊന്നും വേണം, നമ്മൾ മനസ്സിലാക്കി പഠിച്ച് പോയാൽ മതിയല്ലോ. ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് പോട്ടെ. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് 8 മണിക്ക് നിർത്താം. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് ഇതുവരെ നമ്മൾ പഠിച്ചത് 1 ഡയമെൻഷണൽ മോഷനാണ്. മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ജനറലായിട്ട് മോഷൻ പഠിക്കാനുള്ള ട്രെയിനിങ് നൽകുന്ന ചാപ്റ്ററാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. അപ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ ഒരു ഒബ്ജക്റ്റിൻ്റെ മോസ്റ്റ് ജനറലൈസ്ഡ് മോഷൻ ഈസ് 3 ഡയമെൻഷണൽ മോഷൻ. നമ്മൾ കണ്ടതിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലം 3 ഡയമെൻഷണൽ സ്പേസാണ്. നമ്മളതിനെ യുക്ലീഡിയൻ സ്പേസ് എന്നൊക്കെ പറയും. യുക്ലീഡിയൻ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ XY മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലൂടെ കണ്ടെത്താവുന്ന അല്ലെങ്കിൽ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യാവുന്ന സ്പേസ് എന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാം.
അതൊക്കെ പോട്ടെ, നമ്മൾ ജീവിക്കുന്ന സ്ഥലം ത്രിമാനമാണെന്ന് എല്ലാവർക്കും അറിയാം. 3 ഡയമെൻഷണൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ 3 ഡയമെൻഷണൽ വേൾഡിലുള്ള മോസ്റ്റ് ജനറൽ മോഷൻ പഠിക്കാൻ 3 ആക്സിസ് വേണം. പക്ഷെ നമ്മൾ പ്ലെയിനിലുള്ള ഒരു മോഷൻ, ഒരു പ്രതലത്തിലേക്ക് ഒതുങ്ങിയ മോഷൻ, ഒരു ബോർഡിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ഒരു സോളാർ സിസ്റ്റത്തിലുള്ള പ്ലാനറ്റ്സ്, ഇതൊക്കെ 2 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിളാണ്. പക്ഷെ 2 ഡയമെൻഷണൽ മോഷൻ പഠിച്ചാൽ പിന്നെ 3 ഡയമെൻഷൻ വേറെ പഠിക്കൊന്നും വേണ്ട. കാരണം അത് ജനറൽ ആയിട്ടാണ്, ജനറൽ മെത്തേഡ് തന്നെ, ഒരേ മെത്തേഡ് തന്നെയാണ്. ഒരു അഡീഷണൽ ഡയമെൻഷനും കൂടി ആഡ് ചെയ്യാൻ പണിയൊന്നുമില്ല. 3 ഡയമെൻഷനും 4 ഡയമെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും 2 ഡയമെൻഷൻ തന്നെ പഠിച്ചാൽ. കാരണം അതിൻ്റെ ടൂൾസൊക്കെ അങ്ങനത്തെ ടൂൾസാണ്. ആ ടൂൾസൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ടൂൾസിൻ്റെ പേരാണ് വെക്റ്റർ. ഫിസിക്സ് പഠിക്കാൻ മാത്തമാറ്റിക്സിൽ ഒരു ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞൊരു ടൂൾ നിങ്ങൾ പഠിച്ചു. അത് നിങ്ങൾ അത്യാവശ്യം ഇപ്പോൾ തറവാക്കിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ആക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം. അത് ഉപയോഗിച്ച് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചു. ഇനി ഈ ചാപ്റ്ററിലുള്ള മാത്തമാറ്റിക്കൽ ടൂൾ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ, മാത്തമാറ്റിക്കൽ ടൂൾ എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് അത് ഫിസിക്സിൻ്റെ തന്നെ ടൂളാണ്. ഫിസിക്സിൽ തന്നെ ഡെവലപ്പ് ചെയ്യപ്പെട്ടതാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ദാറ്റ് ഈസ് കാൾഡ് ദി വെക്ടേഴ്സ്. വെക്ടർ എന്നുള്ള മെത്തേഡ്, വെക്ടർ ഓൾജിബ്രായിക് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ മോഷൻ ജനറലായിട്ട് പഠിക്കേണ്ടത്. ഫിസിക്സിലുള്ള ക്വാണ്ടിറ്റീസിനെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾക്ക് 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് വെക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, വെക്ടേഴ്സ്, VECTORS, വെക്ടേഴ്സ്. ആൻഡ് ദി അനദർ വൺ ഈസ് സ്കേലാർസ്, SCALARS, സ്കേലാർസ്. അപ്പോൾ വെക്ടറും സ്കേലാറുമായിട്ട് നമുക്ക് ഫിസിക്സിലുള്ള എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ടെൻസേഴ്സ് എന്നൊക്കെ പറയുന്ന ക്വാണ്ടിറ്റീസ് ഉണ്ട്, അത് ഇപ്പോൾ നമ്മൾ തൽക്കാലം ഫോർഗറ്റ് ചെയ്യുന്നു. സോ ദെൻ ഇൻ ജനറൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിൽ ബി ഐദർ എ സ്കെയിലർ ഓർ എ വെക്ടർ. എന്താണ് ഒരു സ്കെയിലറും ഒരു വെക്ടറും തമ്മിലുള്ള വ്യത്യാസം? വെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി which needs a magnitude and a direction to get a complete meaning. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും വേണമെങ്കിൽ, അതിനൊരു ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡിൻ്റെ പുറമെ, മാഗ്നിറ്റ്യൂഡ് എല്ലാത്തിനും വേണം, ഒരു വില വേണം, ഒരു വാല്യൂ വേണം. ഇൻ അഡീഷൻ ടു ദാറ്റ് വാല്യൂ, വെക്ടേഴ്സ് നീഡ് എ ഡയറക്ഷൻ. വെക്ടേഴ്സ് വിൽ ഹാവ് എ ഡയറക്ഷൻ, ഒരു ദിശയും കൂടി ആവശ്യമാണ് അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത്തരം ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. വെക്ടർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ് വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് പോലെയല്ല, അതിനൊരു ദിശ പറയണം. 10 മീറ്റർ ഇൻ ദി പോസിറ്റീവ്, പ്ലസ് 10 മീറ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. -10 മീറ്റർ എന്ന് പറഞ്ഞാൽ അത് വേറെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, വേറെ സ്ഥലത്താണ്. വ്യത്യാസം അറിയാലോ, ഒന്ന് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്, ഒന്ന് നെഗറ്റീവ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ നിർബന്ധമാണ്, പറയണം. 1 ഡയമെൻഷൻ മോഷൻ ആകുമ്പോൾ ആ ഡയറക്ഷൻ പറയാൻ പ്ലസും മൈനസും മാത്രം മതി. ഇനി നിങ്ങൾ നോക്കുക, ഒരു പ്ലെയിനിലാണ് ബോഡി മൂവ് ചെയ്യുന്നത് എങ്കിൽ 2 ഡയറക്ഷനാണോ അതിന് സാധ്യമാകുന്നത്? അല്ല. എത്ര ഡയറക്ഷൻ സാധ്യമാകും? ഒരു പ്ലെയിനിൽ മൂവ് ചെയ്യുന്ന ബോഡിയിലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഏതൊക്കെ ഡയറക്ഷനിൽ വരാം? എത്ര ഡയറക്ഷനിൽ വരാം? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡയറക്ഷനിൽ വരാം. എനി ഡയറക്ഷൻ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡയറക്ഷൻസ് ആർ പോസിബിൾ. അപ്പോൾ അവിടെ ഒരു ഡയറക്ഷൻ, 2 ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലസും മൈനസും മതി. പക്ഷേ ഈ ഒരുപാട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡയറക്ഷൻസ് പോസിബിളായ പ്ലെയിനിലുള്ള മോഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി പോലെയുള്ള ദിശ ആവശ്യമായ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ യു നീഡ് ഡിഫറെൻറ്റ് ടെക്നിക്സ്. ആ ടെക്നിക്കാണ് ഈ വെക്ടർ ആൾജിബ്ര എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആണ് വെക്ടേഴ്സ്, അതിൻ്റെ ആൾജിബ്ര, വെക്ടറിൻ്റെ മാത്തമാറ്റിക്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ അത്തരം ക്വാണ്ടിറ്റീസിനെ, ഡയറക്ഷന് ആവശ്യമായ ക്വാണ്ടിറ്റീസിനെ നമ്മൾ വെക്ടേഴ്സ് എന്ന് വിളിക്കും. സോ ബേസിക്കലി the most basic definition, most simple definition of vector is a quantity, physical quantity having direction and magnitude. അത് മാത്രം പോരാ, ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ട് എന്ന് കരുതി ഏതെങ്കിലും ഒരു ദിശ പറയാനും പറ്റും, അതിനൊരു വിലയും ഉണ്ട് എന്ന് കരുതി എല്ലാവരും വെക്ടർ ആവണമെന്നില്ല. ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. ആൻഡ് ദേ ഷുഡ് ഒബേ ദ റൂൾസ് ഓഫ് വെക്ടർ ആൾജിബ്ര. വെക്ടേഴ്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റീസിൽ നമ്മളൊരു സെറ്റ് ഓഫ് റൂൾസ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. റൂൾസ് എന്ന് പറഞ്ഞാൽ 2 വെക്ടറുകൾ ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ദാറ്റ് ഈസ് ദി ബേസിക് റൂൾ. ആ ആഡ് ചെയ്യേണ്ട റൂൾ കിട്ടിയാൽ സബ്ട്രാക്ട് ചെയ്യേണ്ട റൂൾ കിട്ടും. ഈ അഡീഷൻ്റെ റൂള് ഒബേ ചെയ്യുന്ന ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡുമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. വെക്ടറിൻ്റെ ആൾജിബ്ര ഒബേ ചെയ്യുന്ന, അല്ലെങ്കിൽ വെക്ടർ ആൾജിബ്ര ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാവുന്ന വേറെ ക്വാണ്ടിറ്റീസും ഫിസിക്സിലുണ്ട്.
വെക്ടേഴ്സ് അല്ലാത്ത ക്വാണ്ടിറ്റീസും ഉണ്ട്. അപ്പോൾ വെക്ടറിന്റെ ആൾജിബ്ര അനുസരിച്ച് അതിന്റെ മാത്തമാറ്റിക്സ് അതിന്റെ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റുമെന്നത് കൊണ്ട് മാത്രം വെക്ടർ ആവില്ല. ഇറ്റ് ഷുഡ് ഹാവ് എ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡിന്റെ പുറമെ ഡയറക്ഷൻ നിർബന്ധമാണ്. ഇനി ഡയറക്ഷൻ ഉണ്ട്, പക്ഷെ വെക്ടർ ആൾജിബ്ര അനുസരിച്ചല്ല അതിന്റെ അഡീഷനും സബ്ട്രാക്ഷനും നടക്കുന്നതെങ്കിലും ആ ക്വാണ്ടിറ്റി വെക്ടർ ആവില്ല. ഓക്കെ, അപ്പോൾ വെക്ടർ ആവണമെങ്കിലുള്ള നിബന്ധനകൾ, ഒന്ന് അതിന് മാഗ്നിറ്റ്യൂഡ് വേണം. ഇത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും വേണം. വെക്ടർ ആയാലും സ്കെയിലർ ആയാലും വേണം. വെക്ടർ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ ഡയറക്ഷൻ, ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ഇൻ അഡീഷൻ ഇറ്റ് ഷുഡ് ഒബേ ദ ലോസ് ഓഫ് വെക്ടർ അഡീഷൻ. വെക്ടേഴ്സ് ആഡ് ചെയ്യാൻ ഒരു പ്രത്യേക റൂൾ ഉണ്ട്, ഒരു പ്രത്യേക മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിലായിരിക്കണം ഇതിന്റെ അഡീഷൻ നടത്തേണ്ടത്. അങ്ങനെ അഡീഷൻ ഒബേ ചെയ്യുന്ന ആളുകളെയും ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ള വെക്ടറിന്റെ ലോ ഓഫ് അഡീഷൻ ഒബേ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്ടേഴ്സ് എന്ന് ഏറ്റവും ചുരുങ്ങിയ തലത്തിൽ ഡിഫൈൻ ചെയ്യുക. That is the most simple definition of a vector quantity. അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റി എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ക്വാണ്ടിറ്റി വിച്ച് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ ആവശ്യമില്ല, ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല, മാഗ്നിറ്റ്യൂഡ് പറയാൻ തന്നെ പൂർണ്ണമാവും. ബിക്കോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാസ് ഓഫ് എ ബോഡി, ഒരാളുടെ വസ്തു മാസ് 1 കിലോഗ്രാം ആണെന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റുഡ് ആണ് എന്താണ്. ഇതിനോട് ദിശ പറയേണ്ട ആവശ്യമില്ല, ഒരു കൺഫ്യൂഷനോടില്ല. ഇറ്റ് ഈസ് 1 കിലോഗ്രാം. ഒരു വാട്ടറിലൊരു കപ്പലുള്ള വെള്ളത്തിന്റെ വോള്യം 3 ലിറ്റർ ആണ് എന്ന് പറഞ്ഞാൽ ലിറ്റർ 3 ലിറ്റർ അല്ലെങ്കിൽ 30 സെന്റിമീറ്റർ ക്യൂബ് ആണ് വോള്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ്. കൂടുതൽ ഡയറക്ഷൻ ഒന്നും അവിടെ പറയേണ്ട ആവശ്യമില്ല. ഡെൻസിറ്റി ഓഫ് എ ബോഡി ഇറ്റ് ഈസ് 10 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്, ഇറ്റ്സ് കംപ്ലീറ്റ്. ആ ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആയി. So what a scalar required is requirement for a scalar is a magnitude, a number. ഒരു നമ്പറും, and in most cases we need a unit. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആകുമ്പോൾ അതിൻ്റെ യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ നമ്പറും യൂണിറ്റ് ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് പറയുന്നതോടുകൂടി സ്കെയിലാറിൻ്റെ ഡിസ്ക്രിപ്ഷൻ പൂർണ്ണമാണ്. പക്ഷേ വെക്ടർ ക്വാണ്ടിറ്റിയുടെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ വിവരണം പൂർണ്ണമാകണമെങ്കിൽ യു നീഡ് എ മാഗ്നിറ്റ്യൂഡ് ഇൻ ദാറ്റ്സ് ഒബിവിയസ്. യു നീഡ് എ മാഗ്നിറ്റ്യൂഡ്, എ നമ്പർ പ്ലസ് എ യൂണിറ്റ്. യൂണിറ്റ് ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ യൂണിറ്റ് വേണം. പ്ലസ് യു ഷുഡ് സ്പെസിഫൈ ഇറ്റ്സ് ഡയറക്ഷൻ, ഡയറക്ഷനും കൂടി പറയാൻ പറ്റും. ആൻഡ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഷുഡ് ഒബേ ദ റൂൾസ് ഓഫ് വെക്ടർ അഡീഷൻ. വെക്ടർ അഡീഷൻ്റെ റൂൾസ് ഒബേ ചെയ്യുകയും വേണം. അപ്പോൾ ഇത്രയുമാണ് സ്കെയിലർ എന്താണ്, വെക്ടർ എന്താണെന്ന് തറവായിട്ട് മനസ്സിലാക്കും. അതിൻ്റെ എക്സാമ്പിൾസ്. ഇപ്പോൾ ടൈം എന്ന് പറയുന്ന ആൾക്ക് വേണമെങ്കിൽ നമുക്കൊരു ഡയറക്ഷൻ അസൈൻ ചെയ്യാം, ഒരു കൺസെപ്ച്വൽ ഡയറക്ഷൻ ഒക്കെ കൊടുക്കും. ടൈം മൂവ്സ് ഇൻ ദി പോസിറ്റീവ് ഡയറക്ഷൻ ഓൺലി. But time is not a scalar. Time is not a vector, it is a scalar. Time is a scalar. മറ്റൊന്ന് ഇലക്ട്രിക് കറണ്ട്. നമ്മളെപ്പോഴും പറയും കറണ്ട് ഫ്ലോസ് ഫ്രം ദിസ് പോയിന്റ് ടു ദാറ്റ് പോയിന്റ്. ഈ ദിശയിൽ കറണ്ട് ഒഴുകുന്നു, എയിൽ നിന്നും ബിയിലേക്ക് കറണ്ട് ഒഴുകുന്നു എന്നൊക്കെ പറയും. ഒരു വയറിലൂടെ കറണ്ട് ഒഴുകുന്ന ഒരു വയറിന്റെ പോസിറ്റീവ് എൻ്റെ എവിടെയാണോ നെഗറ്റീവ് എൻ്റെ എവിടെയാണോ നോക്കിയാൽ ഈ എൻ്റെ പോസിറ്റീവും അപ്പുറത്ത് തന്നെ നെഗറ്റീവും ആണെങ്കിൽ കറണ്ട് വിൽ ഫ്ലോ ഫ്രം പോസിറ്റീവ് ആൻഡ് ടു നെഗറ്റീവ് എന്ന് നമ്മൾ പറയും. So you are in fact giving a direction to the current flow. Current flow ക്ക് നിങ്ങൾ ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണ്. ആൻഡ് കറണ്ട് വിൽ ഹാവ് എ മാഗ്നിറ്റ്യൂഡ് 5 ആംപിയർ 2 ആംപിയർ. നിങ്ങൾക്കറിയാം കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. 5 ആംപിയർ കറണ്ട് ഫ്ലോസ് ഫ്രം എ ടു ബി എന്ന് നമ്മൾ എപ്പോഴും പറയാം. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ആ കണ്ടക്ടർ ഒരെണ്ടിൽ എ എന്നെടുത്തു, മറ്റേ ബി എന്നെടുത്തു. കണ്ടക്ടറിലുള്ള കറണ്ടിൻ്റെ അളവ് 5 ആംപിയർ ആണ്. ആൻഡ് ദെൻ ഐ ക്യാൻ സേ 5 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ ദി കണ്ടക്ടർ ഫ്രം എ ടു ബി. അവിടെ നമ്മൾ ഡയറക്ഷൻ അസൈൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഇലക്ട്രിക് കറണ്ട് ഈസ് സ്കെയിലാർ, നോട്ട് എ വെക്ടർ. ഇറ്റ്സ് എ സ്കെയിലാർ. ഈവൻ though you can associate a direction with electric current and it have a magnitude, it's a unit, but still it is a scalar, just because electric current cannot add up as per the law of vector addition. വെക്ടേഴ്സ് ആഡ് ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട റൂൾ പ്രകാരം ആഡ് ചെയ്താൽ കിട്ടൂല ഇലക്ട്രിക് കറണ്ട്. അത് സാധാരണ ആൾജിബ്ര, സാധാരണ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെയുള്ള സ്കെയിലേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഓർഡിനറി അഡീഷൻ്റെ റൂൾ നമുക്കറിയാലോ എങ്ങനെ ആഡ് ചെയ്യേണ്ടത്. 5 3 കൂട്ടിയാൽ 8. ദിസ് ഈസ് ദി ഓർഡിനറി അഡീഷൻ. പക്ഷെ 2 വെക്ടർ 5 മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു വെക്ടറും 3 മാഗ്നിറ്റ്യൂഡിലുള്ള വെക്ടറും കൂട്ടിയാൽ അതിൻ്റെ റിസൾട്ടൻ്റ് അല്ലെങ്കിൽ സമ്മ് എന്ന് പറയുന്നത് 8 മാഗ്നിറ്റ്യൂഡിലുള്ള വെക്ടർ ആവണമെന്നില്ല. എപ്പോഴും ഒരേ ഡയറക്ഷനിലും കൂടി ആണെങ്കിൽ മാത്രമേ റിസൾട്ടിങ് വെക്ടർ 8 മാഗ്നിറ്റ്യൂഡ് ആവുള്ളൂ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ മാറും, വേറെ ഏത് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് മാറും. അപ്പോൾ അത് വേറൊരു റൂളാണ്. പക്ഷെ 5 3 നമ്മൾ എങ്ങനെ കൂട്ടിയാലും, സ്കെയിലർ ആണെങ്കിൽ എങ്ങനെ കൂട്ടിയാലും, നമ്പർ ആണെങ്കിൽ 5 പറഞ്ഞ നമ്പറും 3 പറഞ്ഞ നമ്പറും എങ്ങനെ കൂട്ടിയാലും 8 കിട്ടുള്ളൂ.
So this is the difference between vector and scalar. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ കാര്യം ശ്രദ്ധിക്കണം പ്രത്യേകം. ഡയറക്ഷൻ പറയുന്ന ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും ഇറ്റ് ഈസ് എ സ്കേലാർ ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഒബേ ദ റൂൾസ് ഓഫ് വെക്ടർ അഡീഷൻ. ദാറ്റ് ഈസ് വൈ ഇലക്ട്രിക് കറണ്ട് ഈസ് എ സ്കേലാർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്കേലാർസും വെക്ടേഴ്സുമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് അപൂർവമായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വെക്ടറിന് എക്സാമ്പിൾ ഒരുപാട് പറയാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ദ മോഡൽ വെക്ടർ, ഇറ്റ്സ് എ ബേസ് വെക്ടർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെക്ടറാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിന് വരുന്ന വെലോസിറ്റി വെക്ടർ ആയിരിക്കും, ആക്സലറേഷൻ വെക്ടറാണ്, ഫോഴ്സ് വെക്ടറാണ്, മൊമെൻറ്റം വെക്ടറാണ്, പിന്നെന്താണ് വെക്ടറാണ്, ആംഗുലാർ മൊമെൻറ്റം വെക്ടറാണ്, ടോർക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ട്, അത് വെക്ടറാണ്. ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ വെക്ടറാണ്. പൊസിഷൻ, ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ, ദാറ്റ് ഇസ് എ വെക്ടർ. പൊസിഷൻ വെക്ടർ എന്ന് പറയും. പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ +3 മീറ്റർ എന്നോ -3 മീറ്റർ എന്നോ പറയുന്ന 1 ഡയമെൻഷൻ മോഷൻ ആകുമ്പോൾ അപ്പോൾ തന്നെ അതിൻ്റെ ഡയറക്ഷൻ വന്നു. അത് മാത്രമല്ല അത് വെക്ടറിൻ്റെ എല്ലാ റൂൾസ് ഒബേ ചെയ്യും. സോ പൊസിഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ആകണമെങ്കിൽ പൊസിഷൻ വെക്ടർ ആകണം. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ചേഞ്ച് ഓഫ് പൊസിഷനാണ്. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷനാണ്. സോ പൊസിഷൻ വെക്ടർ ആയതുകൊണ്ടാണ് ശരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്. ഓക്കെ, അപ്പോൾ പൊസിഷൻ വെക്ടറാണ്. ഇനി സ്കെയിലാറുകൾക്ക് കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ മാസ്, വോളിയം, ഡെൻസിറ്റി, പിന്നെ ഡിസ്റ്റൻസ്, സ്പീഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്, ബട്ട് ഡിസ്റ്റൻസ് ഈസ് എ സ്കെയിലാർ. വെലോസിറ്റി വെക്ടറാണ്, ബട്ട് സ്പീഡ് ഈസ് എ സ്കെയിലാർ ബിക്കോസ് ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് പറയാം. ടെമ്പറേച്ചർ ഈസ് എ സ്കെയിലാർ, ഇലക്ട്രിക് കറണ്ട് ഈസ് എ സ്കെയിലാർ. അങ്ങനെ ഇഷ്ടം പോലെ ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് സ്കെയിലാർസ് കണ്ടെത്താൻ പറ്റും. ഹീറ്റ്, എനർജി, എനർജി ഈസ് എ സ്കെയിലാർ. പൊട്ടൻഷ്യൽ എനർജി ആയാലും കൈനറ്റിക് എനർജി ആയാലും ദീസ് ആർ ആൾ സ്കെയിലാർസ്. അപ്പോൾ അങ്ങനെ കുറേ സ്കെയിലാറിന് എക്സാമ്പിളായി, വെക്ടറിന് എക്സാമ്പിളായി. ഇനി ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് സ്ലൈഡൊക്കെ വെച്ച് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ക്ലിയർ ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കുട്ടികൾ. ഓക്കെ, എന്തായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സ്കെയിലാറും വെക്ടറുമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും, വിക്ടേഴ്സിൻ്റെ ക്ലാസ് കണ്ട കുട്ടികൾക്കൊക്കെ. എന്നാലും ഞാൻ ഒന്നും കൂടി അത് അടുത്ത ക്ലാസ്സിൽ സ്ലൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയമല്ല, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ആ ചാപ്റ്റർ മുതൽ തുടങ്ങാം. അപ്പോൾ ഞാനൊരു അഭിപ്രായം പറഞ്ഞിരുന്നു, അതിനെക്കുറിച്ച് ആരും ഒരു കമൻറ്റും ചെയ്തില്ല, ഒന്നും പറഞ്ഞതുമില്ല. നോട്ടും ഈ ക്ലാസ്സിൽ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്താൽ എന്താണ് അതിൻ്റെ കാര്യം? നിങ്ങൾക്ക് നോട്ട് ഉണ്ടോ? വേറെ നോട്ട് അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ വെറുതെ സമയം കളയേണ്ടതില്ല. നിങ്ങൾ നോട്ട് എഴുതാൻ പിന്നീട് ഈ PDF ഒക്കെ നോക്കി നോട്ട് എഴുതിയെടുക്കാൻ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മടി പിടിക്കും. അത് വേണ്ട എന്നിങ്ങനെ തോന്നും. അതേസമയം റെഗുലർ ക്ലാസ് പോലെ ഈ ക്ലാസ് പറയുമ്പോൾ തന്നെ നോട്ട് വായിച്ച് തന്നിട്ട് ആ നോട്ട് നിങ്ങൾ അപ്പം തന്നെ ഇരുന്നിട്ട് എഴുതുമ്പോൾ ക്ലാസ് കുറച്ച് സ്ലോ ആവുമെങ്കിലും എനിക്ക് തോന്നുന്നു നോട്ട് എഴുതാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതായിരിക്കും വഴി. നോട്ട് അവരുടെ കയ്യിൽ ഒരു നോട്ട് ഉണ്ടാവുക എന്നുള്ളത്. ആ നോട്ട് നിങ്ങൾക്ക് പഠിക്കാനും സൗകര്യം ഉണ്ടാവും. നിങ്ങളുടെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇപ്പോൾ എടുക്കുന്നതിൻ്റെ ഒരു പകുതി കാര്യങ്ങളൊക്കെയാണ് ഇത്രയും സമയം കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും. എന്നിരുന്നാലും നമുക്ക് സാവധാനം പോകാം. ഒന്നോടെ ചാപ്റ്ററൊക്കെ പിന്നിലായാലും നമുക്ക് മനസ്സിലാക്കി പോകാം. പിന്നീട് എക്സാം വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് സ്പീഡ് ചെയ്യുക അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഏരിയയിൽ കവർ ചെയ്ത് പോവുകയൊക്കെ ചെയ്യാം. ബട്ട് ആദ്യത്തെ ഈ 2-3 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററും ഇനി അടുത്ത ചാപ്റ്ററും ബേസാണ്, ഫിസിക്സിൻ്റെ ബേസാണ്. നിങ്ങൾ എവിടെ ഫിസിക്സ് പഠിക്കാൻ പോയാലും ഏത് ഹയർ ക്ലാസ്സിലേക്ക് പോയാലും ഇവിടെ തന്നെ തുടർന്ന് വരുന്ന ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴൊക്കെ ആവശ്യമുള്ള ഫണ്ടമെൻ്റൽസ് ആണ് ഈ മോഷൻ്റെ 2 പാർട്ടും ലോസ് ഓഫ് മോഷനും. അത് തറവാക്കാം. ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, നിങ്ങൾ നോക്കുക. ജയിക്കുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് ടൈം കൺസ്യൂമിങ് ആവാതെ നോക്കാം. അപ്പോൾ നോട്ട് ഇനി ഫസ്റ്റ് ചാപ്റ്റർ മീൻസ് ഇതുവരെയുള്ള നോട്ടുകൾ ഫില്ല് ചെയ്യാനുള്ളവർ അടുത്ത ക്ലാസ് ഞാൻ ഉടനെ തന്നെ വെക്കും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും ഉണ്ടാവും. ഞാൻ പറയാം. നാളെ ഫ്രൈഡേ ആണ്. നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം അത് ഉണ്ടാവും. ഫ്രൈഡേ എനിക്ക് രാവിലെ കുറച്ച് എൻഗേജ്മെൻറ്റ്സ് ഉണ്ടാവാൻ. അപ്പോൾ ആ ക്ലാസ് മുതൽ അങ്ങനെ ചെയ്യാം, റെഗുലർ ക്ലാസ്. അതുപോലെ മറ്റൊരു കാര്യം, ഒരു ആശയം, ഒരു ഐഡിയ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്തൊരു സാധനമാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇതിപ്പോൾ നമ്മൾ ഞാനിങ്ങനെ പ്രസംഗിക്കുന്നു, നിങ്ങളങ്ങനെ കേൾക്കുന്നു പോകുന്നതിന് പകരം ഒരു സെഷൻ വെച്ചിട്ട് കുറച്ച് കുട്ടികളെ മാത്രം വെച്ചിട്ട് ഒരു ഓറൽ ടെസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തു. എന്ന് വെച്ചാൽ നിങ്ങൾ ക്യാമറയിൽ വരണം. ഒരു 10 കുട്ടികൾ മതി. അങ്ങനെ ഒരു ബാച്ചായിട്ട് നടത്താം. എല്ലാ ക്ലാസ്സിലും നടത്താൻ പറ്റിയില്ലെങ്കിൽ 1-2 ക്ലാസ്സിലെങ്കിലും നടത്താൻ പറ്റുന്നു. ആ കുട്ടികൾ നമ്മൾ ബാച്ചിനെ നേരത്തെ തീരുമാനിക്കും. ഈ ചാപ്റ്റർ പഠിച്ചു വരാൻ പറയും. ദെൻ ലൈവായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങളെ കണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ പറയണം. ഇൻ വീഡിയോ, ഇൻ ക്യാമറ, ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ചോദ്യം ചോദിച്ച് ഉത്തരം പറയുന്ന ഒരു രീതി.
അത് ഒരു 10 കുട്ടികൾക്ക് അസൈൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്തു പോകുന്നൊരു ആലോചന ഉണ്ട്. അതിനെല്ലാത്തിനും കൂടി സമയം എവിടെയെന്നുള്ളൊരു വിഷയമാണുള്ളത്. സ്കൂൾ ടൈമിൽ സ്കൂളിൽ വെച്ചിട്ട് ചെയ്താൽ പങ്കെടുക്കാൻ പറ്റുന്നവർക്ക് പ്രശ്നമില്ല. അപ്പോൾ അവിടുന്ന് എനിക്ക് സമയം കുറച്ചൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ടിനെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറയുക. ചോദ്യം ചോദിക്കുന്നു എന്ന് കരുതുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ചില കുട്ടികൾക്ക് ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ ഒരു എക്സാമും നടത്തും. എക്സാമും അടുത്തുണ്ടാവും. എക്സാം ഒബ്ജക്റ്റീവ് നടത്താൻ എനിക്ക് താല്പര്യം കുറവാണ്. ഒബ്ജക്റ്റീവിനേക്കാൾ എനിക്ക് തോന്നുന്നു ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ളൊരു എക്സാം നടത്തണം. അതല്ലെങ്കിൽ ഒരു ഓറൽ, ഒരു വൈവ പോലെയുള്ള എക്സാം നടത്തും. രണ്ടിലൊന്നായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. ഡിസ്ക്രിപ്റ്റീവ് നടത്തുമ്പോൾ എങ്ങനെയാണത് വരിക എന്നറിയില്ല, നോക്കട്ടെ അതിൻ്റെ പോസിബിലിറ്റി എത്രയാന്ന്. ഓക്കെ, നിങ്ങൾ അഭിപ്രായങ്ങൾ എല്ലാവരും കൈയൊക്കെ തമ്പൊക്കെ തന്നിട്ടുണ്ട്. നോട്ട് തരുന്നതിനാണ്. മറ്റേ ചോദ്യം ചോദിക്കുന്നതിൻ്റെ കാര്യത്തിൽ ആരും ഒന്നും പറഞ്ഞു കണ്ടില്ല. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.